ഹലോ വെൽക്കം ടു Aamis ഫാം 9th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസേഴ്സ് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ചില ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എന്താ ഓപ്ഷൻസ് ആയിട്ടാണ് വരിക, ഏതെങ്കിലും രണ്ടെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മളെല്ലാതും കൊടുക്കുന്നുണ്ട് കേട്ടോ. റിപ്പീറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ഇയറിലും കാണാറുള്ളതാണ്. സോ ഒരാളും ഇത് മിസ് ചെയ്യരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ എല്ലാ ടെക്സ്റ്റിലെ പോർഷൻസും നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. കാരണം എല്ലാ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം 2.5 മണിക്കൂറിലാണ് എക്സാം വരുന്നത്. 80 മാർക്ക് 18 ആണ് സ്കോർ വരുന്നത് കേട്ടോ. സോ ഫസ്റ്റ് സെക്ഷൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഉണ്ടായിരിക്കുക ഒരു പാസേജ് ആയിരിക്കും. അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഫസ്റ്റ് ഒരു പാസേജ് ആയിരിക്കും. ആ പാസേജിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് നമ്മൾ എഴുതാം. ഈ ഒരു പാസേജ് നമ്മുടെ ഏതെങ്കിലും പഠിച്ചൊരു ചാപ്റ്ററിൽ നിന്നായിരിക്കും കേട്ടോ. ഈ ഒരു ചാപ്റ്റർ തന്നെ ആണെന്നില്ല, ഏതെങ്കിലും ഒരു ചാപ്റ്റർ സെയിം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള സമയങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ടോൾസ്റ്റോയ് ഫോമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ. Who helped Gandhiji in giving literary training to the inmates in the Tolstoy farm? Tolstoy farmലെ ഇൻമേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ അന്തേവാസികൾ, അവിടെ ഒപ്പം താമസിക്കുന്ന ഓരോ ആൾക്കാരും. അപ്പോൾ ഹൂ ഹെൽപ്ഡ് ഗാന്ധിജീനെ ഇങ്ങനെ ഒരു ലിറ്റററി ട്രെയിനിങ്, അവർക്ക് ഒരു എഡ്യൂക്കേഷണൽ ട്രെയിനിങ് കൊടുക്കാനായിട്ട് ആരൊക്കെയാണ് അവിടെ ഹെൽപ്പ് ചെയ്തത്? മിസ്റ്റർ കാലൻബച്ചും അതുപോലെ തന്നെ പ്രഗ്ജി ദേശായി ആണ് ഇതിനെ ഹെൽപ്പ് ചെയ്തത്. വോട്ട് വാസ് ഒബ്ലിഗേറ്ററി ഇൻ ദ ടോൾസ്റ്റോയ് ഫോം? ഒബ്ലിഗേറ്ററി എന്ന് പറഞ്ഞാൽ നിർബന്ധമുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു ടോൾസ്റ്റോയ് ഫോമിൽ. അതെന്തായിരുന്നു? ഞാനവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടു ഗിവ് സം ടൈം ടു ഗാർഡനിങ്. എന്തായാലും എല്ലാവരും ഗാർഡനിങ്, പൂന്തോട്ടം നല്ല രീതിയിൽ നോക്കാനായിട്ട് അവർ സമയം കണ്ടെത്തണം. അതായിരുന്നു അവിടെ നിർബന്ധമുള്ളൊരു കാര്യം. Third question, which sentence in the passage shows that children did most of the work in the Tolstoy farm? ടോൾസ്റ്റോയ് ഫാമിലെ എല്ലാ വർക്കും മോസ്റ്റ് വർക്കും ചെയ്ത് കുട്ടികളായിരുന്നു. അത് കാണിക്കുന്ന ഒരു സെൻറ്റൻസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദ ചിൽഡ്രൻ ഹാഡ് ദ ലയൻസ് ഷെയർ ഓഫ് ദിസ് വർക്ക്. ലയൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല, ഒരാളുടെ ഏറ്റവും കൂടുതൽ, ഒരു ലയൻ എന്ന് പറയുമ്പോൾ അത്രയും ശക്തിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ ഏറ്റവും ശക്തിയുള്ളത്, അല്ലെങ്കിൽ ഒരു കുട്ടി മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയുള്ള വർക്കിലാണ്. അതിലാണ് അവരവരുടെ സ്ട്രെങ്ത് കൊടുക്കുന്നത് എന്ന് കാണിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ്, വൈ ഡിഡിൻ ദ ചിൽഡ്രൻ നീഡ് എക്സസൈസ് ഓർ ഗെയിം? കുട്ടികൾക്ക് വേറെ എക്സസൈസോ ഗെയിമോ ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം ദേ ഇൻക്ലൂഡഡ് ഡിഗിങ്, പിറ്റ്സ്, ഫെല്ലിംഗ് ടിമ്പർ ആൻഡ് ലിഫ്റ്റിംഗ് ലോഡ്സ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ടിമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, തടികൾ. അപ്പോൾ തടികൾ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകാനും, അതുപോലെ കുഴികൾ കുഴിക്കാനും, തടി വെട്ടാനും, അതുപോലെ വെയിറ്റുള്ള സാധനങ്ങൾ ലോഡ് ചെയ്യാനും, ഇതിനൊക്കെ അവർ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തിനാണ് വേറെ എക്സസൈസ്? അപ്പം തന്നെ അവരുടെ ബോഡി നല്ല സ്ട്രെങ്ത്തും നല്ല ജിമ്മിന് പോയൊരു ഫീലായിരിക്കും. ഇനി ദേ ഗേവ് ദം ആംപിൾ എക്സസൈസസ്. ഇതുപോലെയുള്ള എക്സസൈസാണ് അവർ കൊടുക്കുന്നത്. ആംപിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയാവോളമുള്ള എക്സസൈസ് കിട്ടുന്നുണ്ട് എന്നർത്ഥം. നെക്സ്റ്റ് വൺ, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻ പ്രിട്ടൻഡ് ടു ബി ഇൽ ഇൻ ഓർഡർ ടു അവോയ്ഡ് സം വർക്ക്. ജോലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജോലി എടുക്കാൻ മടി, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വയ്യ എന്ന് അഭിനയിക്കുക, അതിൻ്റെ ഒരു വേർഡ്. അതിൻ്റെ വേർഡ് എന്താണ്? ലാസ്റ്റ് ലൈനിൽ മെലിംഗേർഡ്, ദുരുപയോഗം ചെയ്യുക. ഇത് ആനുവൽ എക്സാമിന് കൂടി റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരു ഇയറിലെ. നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷിൽ വരുന്നതാണ് ഒരു പോയം. പോയത്തിൻ്റെ കുറച്ച് ലൈൻസ് വന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. വെറുതെ നമ്മൾ പാസേജിൽ നിന്ന് ആൻസർ എഴുതുന്ന പോലെ അത്ര സിമ്പിളല്ല പോയത്തിൽ നിന്ന് എഴുതാനായിട്ട് കേട്ടോ. സോ നമുക്ക് ആ പോയം അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആൻസർ എവിടെയാണെന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻസ് 6 to 9. Read the following line from Song of the Rain and answer the questions that follow. അപ്പോൾ നമുക്ക് റെയിൻ, സോങ് ഓഫ് ദ റെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ലൈൻസാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വാട്ട് അനൗൺസസ് ദ ഡിപ്പാച്ചർ ഓഫ് ദ റെയിൻ? റെയിനിൻ്റെ ആ ഒരു റെയിൻ തിരിച്ചു പോവുക, ആ തിരിച്ചു പോകുന്നത് അതാണ് ഡിപ്പാച്ചർ. നമുക്കറിയാലോ, എയർപോർട്ടിലൊക്കെ വരുന്ന സ്ഥലത്ത് അറൈവൽ, അതുപോലെ പോകുന്ന സ്ഥലത്ത് ഡിപ്പാച്ചർ എന്ന് എഴുതാറുണ്ട്. അപ്പോൾ മഴ പോകുന്ന സ്ഥലത്ത് എന്ത് അനൗൺസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്ത് കാണിച്ചിട്ടാണ് ആ മഴ പോവുക? ദ റെയിൻബോ അനൗൺസസ് ദ ഡിപ്പാച്ചർ ഓഫ് റെയിൻ. മഴ പോയതിന് ശേഷമാണ് നമുക്ക് എന്ത് വരിക? റെയിൻബോ വരിക, മഴവില്ല് വരിക. അപ്പോൾ മഴവില്ലാണ് ആ മഴ തിരിച്ചു പോവുകയാണ് എന്ന് കാണിക്കുന്ന ഒരു സിഗ്നൽ. 7th one, ഹൗ ഇസ് ദ ലൈഫ് ഓഫ് റെയിൻ കമ്പയർഡ് ടു എർത്ത്ലി ലൈഫ്? ഭൂമിയിലുള്ള ജീവിതത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ മഴയുടെ ജീവിതം എങ്ങനെയാണ്? Both begins at the feet of the mad elements and end under the unpraised wings of death. Appraised wings of death എന്താ അവിടെ പറയുന്നത്? രണ്ടും തുടങ്ങുന്നത് എവിടെയാണ്? ഒരു കൂട്ടം മാഡ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ,
മഴയുടെ ജനനം എപ്പോഴും ഭൂമിയിലാണ്. ആ ഭൂമിയിലെ മാഡ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല ചൂടായിട്ട് കിടക്കുന്ന എലമെൻറ്റ്സ് ആണ് നമ്മുടെ ഭൂമിയിൽ, ചൂട് കാരണം. അപ്പോൾ അവിടെ നിന്ന് നീരാവി മുകളിലേക്ക് പുറപ്പെടുന്നു. ആ മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ മരണം സംഭവിക്കുന്നത്. കാരണം മുകളിൽ എത്തിക്കഴിഞ്ഞ് അത് പിന്നെ മഴയായി താഴോട്ട് വീഴുകയാണ്. അപ്പോൾ ജനനം എന്ന് പറയുന്നത് നമ്മുടെ മാഡി എലമെൻറ്റ്സ്, അതാണ് പറയുന്നത് ബോത്ത് ബിഗിൻസ് അറ്റ് ദ ഫീറ്റ് ഓഫ് ദ മാഡ് എലമെൻറ്റ്സ്. ഇപ്പം നമ്മൾ മനുഷ്യരായാലും എവിടുന്ന ജനനം, ഭൂമിയിൽ നിന്നാണ്. അവിടെ നിന്ന് അത് അവസാനിക്കുന്നത് എവിടെയാണ്, ആൻഡ് എൻഡ് അണ്ടർ ദ അപ്രൈസ്ഡ് വിങ്സ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഉയരുക. വിങ്സ് എന്ന് പറയുന്നത് നമുക്ക് പറക്കാനുള്ളത്, അപ്പോൾ ഉയരുകയാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്ക് പോകും എന്നുള്ളൊരു ചിന്തകളുണ്ട് കുറേ ആൾക്കാർക്ക്. അതുപോലെ അതെന്താണ്, സ്വർഗ്ഗം മുകളിലാണ് എന്നൊരു ചിന്ത. അപ്പോൾ ഇവിടെ അതാ പറയുന്നത്, മഴ എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ ഭ്രാന്തമായ എലമെൻസിൽ നിന്ന് തുടങ്ങിയിട്ട് ചൂടിൽ നിന്ന് തുടങ്ങുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് മുകളിലേക്ക് ഉയരുന്നു, നീരാവിയായി ഉയരുന്നു. അങ്ങനെ മഴ മരിക്കുകയാണ്. അതിന് ശേഷമാണ് ആ മരിച്ച മഴയാണ് താഴോട്ട് വീണ്ടും പെയ്യുന്നത്. അങ്ങനെയാണ് കോൺസെപ്റ്റ്. ഓക്കെ, ഇനി വാട്ട് ഡസ് ദ റെയിൻ ഡു വെൻ ഇറ്റ് സീസ് എ ഫീൽഡ് ഇൻ നീഡ്? ഒരു ഫീൽഡിനെ തന്നെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ ഒരു മഴ എന്താണ് ചെയ്യാറുള്ളത്? അതാണ് നമ്മുടെ 8th ക്വസ്റ്റ്യൻ കേട്ടോ. ദ റെയിൻ ഡിസൻഡ് ആൻഡ് എംപ്രൈസ് ദ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ് ഇൻ എ ലിറ്റിൽ വേസ്. മഴ എന്ത് ചെയ്യും? ഡിസൻഡ് എന്ന് പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങി ട്രീസിൻ്റെ മരങ്ങളെയും ഫ്ലവേഴ്സിനെയും പൂക്കളെയൊക്കെ കെട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ ആലിംഗനം ചെയ്യുക എന്ന് പറയും. 9th ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഫോർ പേഴ്സണിഫിക്കേഷൻ. ഐ ടച്ച് ജെൻ്റ്ലി അറ്റ് ദ വിൻഡോസ് വിത്ത് മൈ സോഫ്റ്റ് ഫിംഗേഴ്സ്. എൻ്റെ മൃദുലമായ വിരലുകൾ കൊണ്ട് ഞാൻ ജനലയമെ തൊട്ടു എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലത്തെ ഒരു പ്രവൃത്തിയാണ്. മഴ അങ്ങനെ ചെയ്യുമോ? ഇല്ല. പക്ഷേ അതാണ് മനുഷ്യൻ്റെ ചില ക്യാരക്ടേഴ്സായിട്ട് അവിടെ യോജിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പേഴ്സണിഫിക്കേഷൻ എന്ന് പറയും. പേഴ്സൺ, മനുഷ്യൻ, അതിൽ തന്നെയുണ്ട് ആൻസർ കേട്ടോ. പേഴ്സണിഫിക്കേഷൻ എങ്ങനെ എഴുതുകയെന്നുള്ളത്. 10th വൺ എന്താ പറയുന്നത്? ഒരു അപ്രിസിയേഷൻ, ഒരു സമ്മറി ക്രിയേറ്റ് ചെയ്യാണ് സോങ് ഓഫ് ദ റെയിൻ എന്ന് പറഞ്ഞ ആ ഒരു പോയത്തിനെ. അതിലെന്തൊക്കെ ഉണ്ടായിരിക്കണം? അതിൻ്റെ തീം വേണം. അതിലെന്തൊക്കെ ഇമേജസ്, വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, പിന്നെ എന്തൊക്കെ പോയറ്റിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ ഉൾപ്പെടുത്തി വേണം നമ്മൾ ഈ അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഈ ആസ്വാദനം തയ്യാറാക്കേണ്ടത്. ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ സമ്മറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതാരാണ് എഴുതിയത്, അതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. സോങ് ഓഫ് ദ റെയിൻ ഇസ് എ പോയം ബൈ ഖലീൽ ഗിബ്രാൻ ഡിസ്ക്രൈബിംഗ് ദ ഹെവൻലി ബ്യൂട്ടി ഓഫ് ദ റെയിൻ. മഴയുടെ ആ ഒരു മനോഹാരിത അത് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഖലീൽ ഗിബ്രാൻ എന്ന് പറഞ്ഞ ഒരു പോയറ്റ് എഴുതിയിരിക്കുന്ന പോയം സോങ് ഓഫ് ദ റെയിൻ. ദ പോയം ഈസ് റിട്ടൺ ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ ആൻഡ് ദ റെയിൻ ഇറ്റ് സെൽഫ് ഈസ് ദ സ്പീക്കർ. ഈ പോയം എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഐ അങ്ങനെയൊക്കെ വെച്ച് യൂസ് ചെയ്തിട്ടുള്ള ഞാൻ കാണുന്നു, അതാണ് ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ ഒരാൾ പറയുന്ന രീതിയിലാണ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. ഇവിടെ ആ ഒരു സ്പീക്കർ, ആ പറയുന്ന ആളെന്ന് പറയുന്നത് മഴ തന്നെയാണ് മഴയെപ്പറ്റി പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഖലീൽ ഗിബ്രാൻ ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. ദ റെയിൻ ലുക്സ് ലൈക്ക് സിൽവർ ത്രെഡ് ഡ്രോപ്ഡ് ഫ്രം ഹെവൻ ബൈ ദ ഗോഡ്സ്. ദൈവം അങ്ങ് സ്വർഗത്തിൽ നിന്ന് അയച്ചിരിക്കുന്ന ഒരു വെള്ളി നൂലിഴകളാണ് എന്ത്? മഴ എന്ന് പറയുന്നു. വിച്ച് നാച്ചർ ടേക്സ് അവേ ടു അഡോൺ ഹെർ ഫീൽഡ് ആൻഡ് വാല്യൂ. താഴ്വാരങ്ങളും പാടങ്ങളും പുൽമേടുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നും കൂടി അഡോൺ ചെയ്യാൻ എന്ന് പറയുമ്പോൾ എന്താ, ഒന്നും കൂടിയും നമ്മൾ പറയില്ലേ, നന്നായിട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാന്നൊക്കെ പറയും. അപ്പോൾ ആ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാച്ചറിന് കൊടുത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റാണത്. She is beautiful pearls plucked by the daughter of dawn from the crown of the goddess of love. സ്നേഹത്തിൻ്റെ ഗോഡ്നസ്, സ്നേഹത്തിൻ്റെ ദൈവം, ആ ദൈവത്തിൻ്റെ ഒരു കിരീടത്തിൽ നിന്ന് പറിച്ചെടുത്ത ഒരു നല്ല പൂവ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നല്ല പൂവെന്നല്ല പേൾ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം മുത്തുകൾ, വൈര്യക്കല്ലുകളാണ് ആര്? ഈ ഒരു മഴ എന്ന് പറയുന്നത്. അതിനെ അങ്ങനെയും വിശേഷിപ്പിക്കുന്നുണ്ട്. ആരാ പറിച്ചെടുക്കുന്നത്? ഡോട്ടർ ഓഫ് ഡോൺ എന്നാ പറയുന്നത്. ഓക്കെ, ഇനി പ്രഭാതത്തിൻ്റെ മകൾ എന്ന് പറയുന്നു. ദ ക്ലൗഡ് ആൻഡ് ഫീൽഡ് ആർ ലവേഴ്സ് ആൻഡ് റെയിൻ ഈസ് എ മെസ്സഞ്ചർ ബിറ്റ്വീൻ ദം. നമ്മുടെ മേഘങ്ങളും പാടങ്ങളും എന്താണ്? അവർ തമ്മിൽ ലവേഴ്സാണ്. അവർക്ക് തമ്മിൽ പക്ഷെ ബന്ധമില്ലല്ലോ, അവരെ ബന്ധിപ്പിക്കുന്ന ഒന്നുമില്ല. പാടങ്ങളും മേഘങ്ങളുമായിട്ട് അവരെ ബന്ധിപ്പിക്കുന്ന ഒന്ന്, അവരെ ഓരോ മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ആളാണ് നമ്മുടെ മഴ. By pouring out the water, rain cures the cloud, and by coming down the ground, she quenches the thirst of the field. അപ്പോൾ അവിടെ by pouring out of the water എന്ന് പറയുന്നത് ആ ക്ലൗഡിൽ നിന്ന് മഴ പുറത്തേക്ക് വരികയാണ്. റെയിൻ ക്യൂസ് ദ ക്ലൗഡ്. അപ്പോൾ നല്ല വെയിറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ക്ലൗഡിൽ നിന്ന് മഴ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഒന്ന് എന്ത് ചെയ്യും? ക്ലൗഡ് ഒന്ന് റിലാക്സ് ആവും, അത് ഇങ്ങോട്ട് വരും. ആൻഡ് ബൈ കമ്മിങ് ഡൗൺ ടു ദ ഗ്രൗണ്ട്, അത് നമ്മുടെ ഫീൽഡ്, അതാണ് ഇവിടെ ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ക്വഞ്ചസ്റ്റ് ദ തേഴ്സ്റ്റ് ഓഫ് ദ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ദാഹം മാറ്റുകയാണ്.
പാഠത്തിൻ്റെ ദ വോയിസ് ഓഫ് തണ്ടർ ഡിക്ലെയർസ് ഹെർ അറൈവൽ ആൻഡ് ദ റെയിൻബോ ഹെർ ഡിപ്പാച്ചർ. അപ്പോൾ എന്താ പറയുന്നത്, ഇടിമിന്നലോടും ഇടിവെട്ടലോടും കൂടിയിട്ടാണ് മഴ വരുന്നത്. അത് അറൈവൽ, മഴയുടെ വരവ് പറയുന്നു. അതുപോലെ മഴ പോകുമ്പോൾ മഴവില്ല് കാണുന്നു, അതാണ് ഡിപ്പാർച്ചർ. ആൻഡ് ദ റെയിൻബോ ഹെർ ഡിപ്പാർച്ചർ, വരവ് തണ്ടർ കാണിക്കുന്നു, പോകുന്നത് റെയിൻബോ കാണിക്കുന്നു. വെൻ ഷീ റീച്ചസ് ദ ഗ്രൗണ്ട് flowers rejoice, and when she has seeped down deep into the soil all things feel very happy. അവൾ വരുമ്പോൾ ഗ്രൗണ്ടിൽ താഴെയുള്ള ഫ്ലവേഴ്സൊക്കെ റിജോയ്സ്, സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കും. അതുമാത്രമല്ല, ആൻഡ് വെൻ ഷീ ഹാസ് സീപ്ഡ് ഡൗൺ ഡീപ്പ് ഇൻ ടു ദ സോയിൽ ഓൾ തിങ്സ് ഫീൽ വെരി ഹാപ്പി. മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ എല്ലാതും സന്തോഷമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അത്രയും സന്തോഷവാന്മാരായിട്ട് നിൽക്കും. അതിപ്പോൾ മനുഷ്യരായാലും മൃഗങ്ങളായാലും പുൽത്തകിടുകളായാലും. Rain emerges from the heart of the sea and soars high with the breeze. റെയിൻ എവിടെ നിന്നാണ് എമർജ് ചെയ്യുന്നത്, വരുന്നത് നമ്മുടെ ഉൾക്കടലിൽ നിന്ന്. ഉൾക്കടലിൽ നിന്നാണ് റെയിൻ പോകുന്നത് ആണല്ലോ വരുന്നത്. അവിടെ നിന്ന് നീരാവിയായി മുകളിലേക്ക് പോകുന്നു, എന്നിട്ട് അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, മഴ പൊഴിയുന്നത്. അപ്പോൾ ഹേർട്ട് ഓഫ് ദ സീയിൽ നിന്ന് എമേർജ് ചെയ്യുന്നു. ആൻഡ് സോർസ് ഹൈ വിത്ത് ദ ബ്രീസ്, എന്താണ്, കാറ്റിനൊപ്പം മുകളിലേക്ക് പോകുന്നു. ആൻഡ് വെൻ ഷീ സീസ് എ ഫീൽഡ് ഇൻ എ നീഡ്, ആ മുകളിലെത്തിയ ആൾ ഏതെങ്കിലും പാടങ്ങൾക്ക് തന്നെ ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷീ ഡിസെൻഡ് ആൻഡ് എംബ്രൈസ് ഇറ്റ് ആൻഡ് ദ ഫ്ലവേഴ്സ് ബ്ലൂം ആൻഡ് ട്രീസ് ഗ്രോ. എന്ത് ചെയ്യും, ഡിസെൻസ്, താഴോട്ട് വരികയാണ്, എന്നിട്ട് ഫ്ലവേഴ്സിനെയും അതുപോലെ മരങ്ങളെയൊക്കെ എംബ്രൈസ് ചെയ്യുക, ആലിംഗനം ചെയ്യുക, കെട്ടിപ്പിടിക്കുകയാണ്. ഇൻ ദ ഹോം ഓഫ് പീപ്പിൾ ഷീ ടച്ചസ് ദ വിൻഡോ വിത്ത് ഹെർ സോഫ്റ്റ് ജെൻറ്റിൽ ഫിംഗേഴ്സ് ആൻഡ് ഓൾ ക്യാൻ ഹിയർ ഹെർ ജോയ്ഫുൾ സോങ് വിത്ത് എവറിബഡി എക്സെപ്റ്റ് ദ ഇൻസെൻസിറ്റീവ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ എന്താ പറയുന്നത് ഇവിടെ, അവൾ എന്ത് ചെയ്യുക, അവളുടെ മൃദുലമായ വിരലുകൾ കൊണ്ട് ജനലകളൊക്കെ തൊടുക. മഴയ്ക്ക് ജനലേനെ തൊടാൻ പറ്റൂ, ഇല്ല, പക്ഷെ അവിടെ ഒരു പേഴ്സണിഫിക്കേഷൻ കൊണ്ടുവരികയാണ്. അതുമാത്രമല്ല, അവളെ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അതിലൂടെ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾ ക്യാൻ ഹിയർ, എല്ലാവർക്കും കേൾക്കാൻ പറ്റും ഹെർ ജോയ്ഫുൾ സോങ്, ആ മഴ പെയ്യുന്നതിൻ്റെ അവളുടെ ആ ഒരു സോങ് ആയിട്ടാണ് പറയുന്നത് മഴ പെയ്യുന്നത്. അപ്പോൾ ആ സോങ് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഷീ ഈസ് ബോൺ ഔട്ട് ഓഫ് ഹീറ്റ് ഇൻ ദ എയർ വിച്ച് ഇൻ ടേൺ ഷീ സ്കിൽസ്. അപ്പോൾ എന്താ പറയുന്നത്, എങ്ങനെയാണ് ജനിക്കുന്നത്, ഷീസ് ബോൺ ഔട്ട് ഓഫ് ഹീറ്റ്, ചൂടിൽ നിന്നാണ് ഉണ്ടാവുന്നത്, നീരാവിയായിട്ട് മുകളിലേക്ക് പോവാണ്. വിച്ച് ഇൻ ഹെർ ടേൺ ഷീ കിൽസ്, എന്നിട്ട് എന്ത് ചെയ്യാണ്, വിച്ച് ഇൻ ഹേർ ടേൺ ഷീ കിൽസ്, എന്ത് ചെയ്യുന്നു, അവൾ മഴയായിട്ട് പൊഴിയുമ്പോൾ അവളും മരണത്തിലേക്ക് അടുക്കുന്നു. റെയിൻ ഈസ് ദ സൈ ഓഫ് ദ സീ, നമ്മുടെ കടലിൻ്റെ നെടുവീർപ്പാണ് മഴ. ദ ലോട്ടർ ഓഫ് ദ ഫീൽഡിൻ്റെ സന്തോഷമാണ്. ആൻഡ് ദ ടിയേഴ്സ് ഓഫ് ദ ഹെവൻ, അതുപോലെ സ്വർഗത്തിൻ്റെ കണ്ണീരാണ്. ആൻഡ് സ്നേഹത്തിൻ്റെയും. വൺ വണ്ടേഴ്സ് അറ്റ് ദ വേ ഖലീൽ ഗിബ്രാൻ ഹാസ് പ്രസൻറ്റഡ് എ സയൻറ്റിഫിക് ഫാക്ട്. അപ്പോൾ ഒരു മഴ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് തിരിച്ച് ഭൂമിയിലേക്ക് എത്തുന്നത്, അങ്ങനെ ഒരു സയൻറ്റിഫിക് ഫാക്റ്റും കൂടിയും അദ്ദേഹം പറയുന്നുണ്ട്. ചൂടിൽ നിന്നാണ് അത് ജനിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഇറ്റ് ഈസ് ആസ് ഇഫ് ഹി എൻറ്റേർഡ് ദ വെരി സോൾ ഓഫ് ദ റെയിൻ ടു സിങ് ഓൺ ഹെർ ബിഹാഫ്. ആസ് ദ റെയിൻ റീച്ചസ് എർത്ത് ലൈഫ് ഇൻ ദ പ്ലാനറ്റ് റിജുവിനേറ്റ് എന്താ, പുനർജനിക്കുക. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ഊർജ്ജം, പുനർജനനം ഉണ്ടാകുന്നുണ്ട് മഴ നമ്മുടെ ഭൂമിയിലെത്തുമ്പോൾ. റിവേഴ്സ്, റിവ്ലെറ്റ്സ്, സ്ട്രീം, പോണ്ട്, ലേക്ക്, ലഗൂൺസ് ആൻഡ് ഓഷ്യൻസ് ആർ റീപ്ലനിഷ്ഡ്. Nature appears as if she has been washed out clean and learned to dry in the sunshine. എന്ത് ചെയ്യാണ്, അവളിങ്ങനെ ഓരോ മഴത്തുള്ളികളായിട്ട് പൊഴിയുമ്പോൾ എല്ലാം ക്ലീൻ ആക്കുകയാണ്, എല്ലാം ടൈഡി ആക്കി വെക്കുകയാണ്. ഗ്രാസ്, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മഴയൊക്കെ പെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് ആ ഒരു വെറ്റ്നെസ് ഉണ്ടാകും, അത് ഉണക്കാൻ വേണ്ടി ആര് വരുന്നുണ്ട്, നമ്മുടെ സൺഷൈൻ, വെയിൽ വരുന്നുണ്ട്. ഗ്രാസ് ടേൺസ് ലഷ് ഗ്രീൻ. Squirrels, birds and cows come out to eat and the sky is once more serene. Rivers, meadows and mountains all sing happily after a rain. അപ്പോൾ ഇതെല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ബേർഡ്സിനെയും കൗവിനെയും അതുപോലെ തന്നെ എല്ലാ ആൾക്കാരെയും. എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, ഈ മഴ പെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ പുല്ലുകളൊക്കെ ഇങ്ങനെ നല്ല പച്ചയായിട്ട് നിൽക്കുന്നുണ്ടാവും, അവർക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം. അതുമാത്രമല്ല, എല്ലാ താഴ്വാരകളും എല്ലാ നദികളും സന്തോഷത്തോടു കൂടി നീങ്ങുന്നു. മനസ്സിലായല്ലോ, ഇതുപോലെ തന്നെ എഴുതി വെക്കണം എന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായതെന്തോ അത് എഴുതി വെക്കണം. ചില പോയിൻറ്റ്സൊക്കെ നിങ്ങളതിൽ ഓർത്ത് വെക്കണം. ഇപ്പം മഴയെ പേഴ്സണിഫിക്കേഷൻ കൊണ്ടുവരുന്നുണ്ട്, ജനലേമ തൊടുന്നു എന്നുള്ളതൊക്കെ. അതുപോലെ മഴയുടെ വരവ്, മഴ പോകുന്നത് എങ്ങനെയാണ്, ആർക്കൊക്കെ സന്തോഷം കിട്ടുന്നുണ്ട്, മഴ എങ്ങനെയാണ് ജനിക്കുന്നത്, ഈ വക കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. നെക്സ്റ്റ് 11 to 15 വരെ ഒരു പാസേജ് വന്നിട്ടുണ്ട്, അതൊന്ന് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാസേജ് എന്ന് പറയുമ്പോൾ ഡ്രഗ് അഡിക്ഷനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കറിയാം, പാസേജിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാൻ നമുക്കറിയാം. പോയത്തിനൊക്കെ കുറച്ചും കൂടി സിമ്പിളാണ്.
How many phases of drug addiction are mentioned in the passage? അത് വായിച്ചു നോക്കുക. അപ്പോൾ അതിൽ 3 സ്റ്റേജസ് ആണ് നമുക്ക് മനസ്സിലാവും. ഇൻ വിച്ച് ഫേസ് ഓഫ് അഡിക്ഷൻ ഡസ് ദ വിക്ടിം ഗെറ്റ് ബ്ലണ്ടഡ് ഇൻ ജഡ്ജ്മെൻറ്റ് ഒബ്സർവേഷനും ജഡ്ജ്മെൻറ്റൊക്കെ ഏത് സെക്ഷനിലാണ് നമ്മൾ നടക്കുക? ഫസ്റ്റ് ഫേസിലാണ് ആൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് എ ഡ്രഗ് അഡിക്റ്റ് ഡ്യൂറിങ് ദ സെക്കൻഡ് ഫേസ് ഓഫ് അഡിക്ഷൻ? അഡിക്ഷൻ്റെ രണ്ടാമത്തെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഷ്യൻറ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും? During the second phase, the addict feel as if they are not aware of their own self and such psych trauma leads them to the condition of stimulation. അവർക്ക് അവരെ പറ്റിയിട്ട് തന്നെ ഒരു ബോധം ഉണ്ടാവില്ല. സ്റ്റിമുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഉന്മേഷം, ഒരു ബലം, അത് എന്താ ഉണ്ടാവുക? അവർക്കൊരു ട്രോമ അല്ലെങ്കിൽ എന്താ പറയുക, സൈക്കാട്രിക് അല്ലെങ്കിൽ ഒരു സൈക്കിക് ഫീൽ എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനത്തെ ഒരു തരം ബലപ്പെടുത്തലാണ് ഉണ്ടാവുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എതിർക്കാൻ പറ്റുന്ന ഒരു തരം ബലം. ഹൗ ഡസ് ഡ്രഗ് അഡിക്ഷൻ എഫക്ട് ഫാമിലി? എങ്ങനെയാണ് ഇത് ഫാമിലീനെ എഫക്റ്റ് ചെയ്യുക? ഡ്രഗ് അഡിക്ഷൻ ഡിസാർട്ട് ഫാമിലി ടൈസ് ആൻഡ് കോസസ് ഫാമിലി ഡിസ്ഓർഗനൈസേഷൻ, ക്രിയേറ്റിംഗ് മാർഷ്യൽ ഡിസോർട്ട് ആൻഡ് ഡൈവേഴ്സ്. അപ്പം അവർക്കിടയിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? അവരുടെ ടൈസ്, അവരുടെ ബന്ധം തന്നെ അവിടെ നശിക്കും. അതുമാത്രമല്ല, ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, എല്ലാവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവില്ല ഡിസോർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ. പിന്നെ ഡൈവേഴ്സ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഹാനികരമായ കാര്യങ്ങളിലേക്ക് അതെത്തും. സജസ്റ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പാസേജ്. അപ്പോൾ പാസേജിനെ അനുബന്ധിച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എഴുതിയാൽ മതി. ടൈറ്റിൽ എഴുതാൻ അറിയാത്തവർക്ക് പാസേജിൽ നിന്ന് എന്തിനെ കുറിച്ചിട്ടാണോ പറയുന്നത് അതുവരെ അവർക്ക് എന്ത് ചെയ്യാം? പാസേജ് ആക്കാം, പാസേജിന് ടൈറ്റിലാക്കാം. ഇപ്പോൾ ഇവിടെ ഡ്രഗ് അഡിക്ഷൻ വേണമെന്ന് കൊടുക്കാം. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ജങ്കി കിൽസ് എ ലൈഫ് എന്നാണ്. ജങ്കി എന്ന് പറഞ്ഞാലും ഡ്രഗിനെ തന്നെയാണ് പറയുന്നത്. ജങ്കി കിൽസ് എ ലൈഫ്, ഒരു ജീവൻ എന്ത് ചെയ്യും? കൊല്ലുന്നു. Question 16 to 70 answer any one of the following questions. അപ്പോൾ 16ഉം 17ഉം അതിലേതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്യുക. 7 മാർക്കിനാണ്, അപ്പോൾ നമ്മൾ അത്യാവശ്യം എഴുതണം. 16th one, prepare a write-up on the topic causes and effects of climate change based on the speech Climate Change is Not Hysteria, It's a Fact by Leonardo DiCaprio. നമുക്കറിയാം, നമ്മൾ പഠിച്ച ചാപ്റ്ററാണ് ക്ലൈമറ്റ് ചേഞ്ച് ഇസ് നോട്ട് എ ഹിസ്റ്റേറിയ. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് വേണം? കോസസ് ആൻഡ് എഫക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, ക്ലൈമറ്റ് ചേഞ്ചിനുള്ള കാരണങ്ങളും അതിൻ്റെ റിസൾട്ടും എന്ന് പറഞ്ഞാൽ അത് നമ്മളെങ്ങനെ എഫക്റ്റ് ചെയ്യണു ആ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു റൈറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് താഴെ തന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്ത് നോക്കാം. Climate change is the change in the environment condition of the earth. Due to climate change, global temperature is rising day by day. Causes of climate change: burning of fossil fuel, the vehicle used for transportation, the electricity used in the home, and the stove used for cooking get power through fossil fuel. അപ്പോൾ നമ്മളിതിൽ ഇംഗ്ലീഷിൻ്റെ വായിച്ചു പോകുന്നുണ്ട്. ഇതിൻ്റെ മലയാളം മീനിങ് ഞാൻ മലയാളമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. കാരണം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് ടൈം ലാഗ് ആവും, വീഡിയോ ഒന്നും കൂടി ലെങ്തി ആവും. അതുകൊണ്ട് ഇംഗ്ലീഷ് മുഴുവൻ ഞാൻ വായിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ മലയാളത്തിൻ്റെ ഇതിൻ്റെ മീനിങ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും നിങ്ങൾ വായിക്കുക. ഓക്കെ. Burning fossil fuel releases excessive greenhouse gases into the atmosphere, ultimately increasing Earth temperature. Rapid industrialization. Excessive consumption of fossil fuel in various industries led to the emission of an enormous amount of green gases. Enormous എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നോർമൽ അല്ലാണ്ട് ഒരുപാട് എന്നർത്ഥം. ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് പുറത്തേക്ക് വരുന്നുണ്ട് ഒരുപാട് ഇൻഡസ്ട്രീസ് കൂടുമ്പോൾ. thereby warming the global environment. പിന്നെ ഡിഫോറസ്റ്റേഷൻ ആണ് അടുത്തൊരു റീസൺ. ഹ്യൂമൻസ് ക്ലിയർ മില്യൺസ് ഓഫ് acres of forest every year for commercial needs. As a result, carbon dioxide does not get absorbed into trees. This causes an increased level of carbon dioxide in the atmosphere, ultimately increasing the global temperature. ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ മരങ്ങളും മുറിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്ത് കളയാനുള്ളതൊന്നും പറ്റുന്നില്ല. അതുവഴി കാർബൺ ഡയോക്സൈഡ് കൂടുന്നു, ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടുന്നു. പിന്നത്തെ ഒരു സെക്ഷനാണ് അഗ്രികൾച്ചർ. വേരിയസ് ഫാമിംഗ് ആക്ടിവിറ്റീസ് പ്രൊഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ലൈക്ക് കാർബൺ ഡയോക്സൈഡ് ആൻഡ് മിത്തൈൻ കാർബൺ ഡയോക്സൈഡ് ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് ഫാമിംഗ് കൂടുമ്പോൾ വിച്ച് ആഡ് ടു ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഇൻക്രീസ് ദ എർത്ത് ടെമ്പറേച്ചർ, അതും നമ്മുടെ ഭൂമിയുടെ ചൂട് കൂട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ കോസസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, റീസൺസ് എന്തൊക്കെയാണ്? ഇനി അതിൻ്റെ എഫക്ട്സ്, ഇതുമൂലം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് അടുത്തത് പറയുന്നത് കേട്ടോ. മെനി പ്ലേസസ് ഹാവ് എക്സ്പീരിയൻസ്ഡ് ചേഞ്ചസ് ഇൻ റെയിൻഫോൾ. മഴയുടെ ഓരോ മാറ്റങ്ങൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട്. റിസൾട്ടിങ് ഇൻ മോർ ഫ്ലഡ്. അളവിനേക്കാൾ കൂടുതൽ മഴ പെയ്താൽ നമുക്കറിയാം എന്താ ഉണ്ടാവുക? ഫ്ലഡാണ് ഉണ്ടാവുക. പ്രളയം
പ്രളയമാണ് ഉണ്ടാവുക. അതുപോലെ ഡ്രഫ് വരൾച്ചയുണ്ടാവും, ഇൻറ്റൻസ് റെയിൻ കഠിനമായ മഴയുണ്ടാവും, ആസ് വെൽ ആസ് മോർ ഫ്രീക്വൻറ്റ് ആൻഡ് സിവിയർ ഹീറ്റ് വേവ്സ്, അതിനോടൊപ്പം ചൂടും ഉണ്ടാവും. ദ പ്ലാനറ്റ് ഓഷ്യൻസ് ആൻഡ് ഗ്ലാഷിയേഴ്സ് ഹാവ് ആൾസോ എക്സ്പീരിയൻസ് ചേഞ്ചസ്. ഓഷ്യൻസ് ആർ വാർമിംഗ് ആൻഡ് ബിക്കമിങ് മോർ അസിഡിക്, ഐസ് ക്യാപ്സ് ആർ മെൽറ്റിംഗ് ആൻഡ് സീ ലെവൽ ഈസ് റേസിംഗ്. സീ ലെവൽ കൂടുന്നുണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അസിഡിറ്റിക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുമാത്രമല്ല ഐസ് ക്യാപ്സ് കൂടുന്നുണ്ട്. നോട്ട് ഇൻ എ ഫുഡ് ചേഞ്ചസ് ഇൻ ദ ക്ലൈമറ്റ് ആൻഡ് ഇൻക്രീസസ് ഇൻ എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ് ആർ എമംഗ് ദ റീസൺസ്. അതുമാത്രമല്ല നോട്ട് ഇൻ എ ഫുഡ്, അധികം ഫുഡില്ലായ്മ, ചേഞ്ചസ് ഇൻ ദ ക്ലൈമറ്റിലുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം എന്താണ് എക്സ്ട്രീം വെതർ കണ്ടീഷൻ കാരണം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ബിഹൈൻഡ് എ ഗ്ലോബൽ റൈസ് ഇൻ ഹങ്കർ ആൻഡ് പുവർ ന്യൂട്രീഷൻ, നല്ല ന്യൂട്രീഷനും ഉണ്ടാവില്ല. ഫിഷറീസ്, ക്രോപ്സ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് മേ ബി ഡിസ്ട്രോയിഡ് ഓർ ബിക്കം ലെസ് പ്രൊഡക്റ്റീവ്. മത്സ്യമായാലും അല്ലെങ്കിൽ എന്തെങ്കിലും വിളകളായാലും ഇവരൊക്കെ നശിക്കുകയാണ് ചെയ്യണം. ഓവറായിട്ട് മഴ പെയ്താലും ക്ലൈമറ്റിന് ചേഞ്ച് വന്നാലും. With the ocean becoming more acidic, marine resources that feed billions of people are at risk, more health issues. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ അസിഡിക് കൂടുമ്പോൾ എന്താ ഉണ്ടാവുക, ഈ മറൈൻ ലൈഫ് എന്ന് പറയുമ്പോൾ മത്സ്യബന്ധനങ്ങൾ എന്ന് പറയുമ്പോൾ മത്സ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. മറൈൻ ലൈഫ് എന്ന് പറഞ്ഞാൽ അതാ കടലിൻ്റെ ലൈഫിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അവരുടെ ലൈഫ് കുറച്ച് റിസ്കിലായിരിക്കും. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ദ സിംഗിൾ ബിഗ്ഗസ്റ്റ് ഹെൽത്ത് ത്രെറ്റ് ഫേസിങ് ഹ്യൂമാനിറ്റി. മനുഷ്യത്വത്തിനുള്ള ഒരു വലിയ ഭീഷണി, ത്രെട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഭീഷണിയാണ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹെൽത്തിനും ആരോഗ്യത്തിനും. ക്ലൈമറ്റ് ഇമ്പാക്ട്സ് ആർ ഓൾറെഡി ഹാർമിങ് ഹെൽത്ത്. ഈ ക്ലൈമറ്റിൻ്റെ ഇമ്പാക്റ്റ്, ക്ലൈമറ്റ് മൂലം ഉണ്ടാകുന്ന ആ റിസൾട്ട് ആൾക്കാരുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. എങ്ങനെ? ത്രൂ എയർ പൊല്യൂഷൻ, എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്, ഫോഴ്സ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, പ്രഷർ ഓൺ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഇൻക്രീസ്ഡ് ഹങ്കർ ആൻഡ് പുവർ ന്യൂട്രീഷൻ ഇൻ പ്ലേസസ് വേർ പീപ്പിൾ cannot grow or find sufficient food. Every year, environmental factors take the lives of around 30 million people. Changing weather patterns are expanding diseases, and extreme weather events increases death and make it difficult for healthcare system to keep up. ഇനി നമുക്കിതിൻ്റെ മലയാളം വായിക്കാം. കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയുടെ പാരിസ്ഥിതിക അവസ്ഥയിലെ മാറ്റമാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ആഗോള താപനില അനുദിനം ഉയരുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാരണങ്ങൾ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത്. അത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട്. ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, വീട്ടിലുപയോഗിക്കുന്ന വൈദ്യുതി, പാചകത്തിന് ഉപയോഗിക്കുന്ന സ്റ്റൗ എന്നിവയ്ക്ക് ഫോസിൽ ഇന്ധനങ്ങൾ വഴി വൈദ്യുതി ലഭിക്കും. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് അന്തരീക്ഷത്തിലേക്ക് അമിതമായ ഹരിതഗ്രഹ വാതകങ്ങൾ പുറത്തുവിടുന്നു. ആത്യന്തികമായ ഭൂമിയുടെ താപനില വർദ്ധിക്കുന്നു. ഇത് ഞാനിപ്പോൾ പറഞ്ഞ ഇംഗ്ലീഷിൻ്റെ മലയാളം മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഓരോന്നും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് നമ്മൾ കൊടുത്തേക്കണു. ദ്രുതഗതിയിലുള്ള വൽക്കരണം, അതാണ് രണ്ടാമത്തെ എഫക്റ്റ്. വിവിധ വ്യവസായങ്ങളിലെ ഫോസിൽ ഇന്ധനങ്ങളുടെ അമിതമായ ഉപഭോഗം വൻതോതിൽ ഹരിതഗ്രഹ വാതകങ്ങൾ പുറന്തള്ളുന്നതും അതുവഴി ആഗോള പരിസ്ഥിതിയെ ചൂടാക്കുന്നതിലും ഇടയാകുന്നു. വനനശീകരണം. വാണിജ്യ ആവശ്യങ്ങൾക്കായി മനുഷ്യർ ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ഏക്കർ വനങ്ങൾ വെട്ടിത്തെളിക്കുന്നു. തൽഫലമായി കാർബൺ ഡയോക്സൈഡ് മരങ്ങളിൽ ആഗിരണം ചെയ്യപ്പെടുന്നില്ല. ഇത് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ആത്യന്തികമായ ആഗോള താപനില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കൃഷി. വിവിധ കാർഷിക പ്രവർത്തനങ്ങൾ കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ തുടങ്ങിയ ഹരിതഗ്രഹ വാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് അന്തരീക്ഷത്തിലേക്ക് ചേർക്കുകയും ഭൂമിയുടെ താപനില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ എഫക്റ്റുകളാണ് കേട്ടോ, ഇതിൻ്റെ റിസൾട്ടാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. പല സ്ഥലങ്ങളിലും മഴയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായി കൂടുതൽ വെള്ളപ്പൊക്കം, വരൾച്ച അല്ലെങ്കിൽ തീവ്രമായ മഴ, അതോടൊപ്പം ഇടയ്ക്കിടെയുള്ള കഠിനവുമായ ചൂട് തരംഗങ്ങൾ. ഗ്രഹത്തിലെ സമുദ്രങ്ങളും ഹിമാനികൾ മാറിക്കൊണ്ടിരിക്കുന്ന സമുദ്രങ്ങൾ ചൂടാകുകയും കൂടുതൽ അമ്ലമാവുകയും ചെയ്യുന്നു, ആസിഡ് ആവുക. മഞ്ഞുമലകൾ ഉരുകുകയും സമുദ്രനിരപ്പ് ഉയരുകയും ചെയ്യുന്നു. ആവശ്യത്തിന് ഭക്ഷണമില്ലാത്ത കാലാവസ്ഥയിലെ മാറ്റങ്ങളും തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങളുടെ വർധനവുമാണ് ആഗോള ഉയർച്ചയ്ക്ക് പിന്നിലെ കാരണങ്ങൾ. പട്ടിണിയിലും പോഷകാഹാരക്കുറവിലും മത്സ്യബന്ധനം, വിളകൾ, കന്നുകാലികൾ എന്നിവ നശിപ്പിക്കപ്പെടുകയും ഉൽപ്പാദനത്തെ കുറയുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ റിസൾട്ടാണ് കേട്ടോ, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ. കൂടെ സമുദ്രം കൂടുതൽ അമ്ലമാകുന്നത് കോടിക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന സമുദ്ര വിഭവങ്ങൾ അപകടത്തിലാണ്. കൂടുതൽ ആരോഗ്യ അപകടങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനമാണ് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ ഭീഷണി. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ആരോഗ്യ ഭീഷണിയാണ് ഇങ്ങനെ ഓരോ രോഗങ്ങൾ ഉണ്ടാവുന്നത്. കാലാവസ്ഥ ആഘാതം ഇതിനകം തന്നെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. വായു മലിനീകരണം, രോഗം, തീവ്ര കാലാവസ്ഥ സംഭവങ്ങൾ, നിർബന്ധിത സ്ഥാനചലനം, മാനസികാരോഗ്യത്തിലേക്കുള്ള ഉന്മാദ സമ്മർദ്ദം, ആളുകൾക്ക് വളരാനോ വേണ്ടത്ര ഭക്ഷണം കണ്ടെത്താനോ കഴിയാത്ത സ്ഥലങ്ങളിൽ വർദ്ധിച്ചു വരുന്ന വിശപ്പും പോഷകാഹാരക്കുറവും,
ഓരോ വർഷവും പാരിസ്ഥിതിക ഘടകങ്ങൾ ഏകദേശം 13 ദശലക്ഷം ആളുകളുടെ ജീവൻ അപഹരിക്കുന്നു. മാറുന്ന കാലാവസ്ഥാ രീതികൾ രോഗങ്ങളെ വർദ്ധിപ്പിക്കുന്നു. തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങൾ മരണങ്ങൾ വർദ്ധിക്കുകയും ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ നിലനിർത്തുന്നത് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷിൻ്റെ ആ ഒരു മലയാളം മീനിങ് കേട്ടോ, ട്രാൻസ്ലേഷൻ. ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. 17th question. Julian was the sole survivor of the plane crash. She entered a dreadful ordeal in the jungle. Prepare a narrative of her experience in the jungle. ജംഗിളിലെ ജൂലിയൻ ഒരു സോൾ സർവൈവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിജീവിതയാണ്, ഒറ്റയ്ക്ക് അതിജീവിച്ചതാണ് ആ ഒരു പ്ലെയിൻ ക്രാഷ്. ഓക്കെ, ആ പ്ലെയിൻ തകർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ആൾ അവിടെ ഉണ്ടായ സംഭവമൊക്കെ ആൾ നരേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതുണ്ടായത്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയണം. അതാണ് നരേഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാതെ. അപ്പോൾ ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്നത് ദ റിയൽ നരേഷനാണ് കേട്ടോ. ജൂലിയൻ പറഞ്ഞ ദ റിയൽ നരേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അല്ലാതെ നമ്മൾ നമ്മുടേതായ രീതിയിൽ എഴുതിയതല്ല. ഇത് അദ്ദേഹത്തിൻ്റെ നരേഷൻ നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഇതിൽ നിന്ന് എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും. ഇതിലെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നില്ല, എന്നാലും അതിലുണ്ടായ കാര്യങ്ങൾ, സ്റ്റോറി നിങ്ങൾക്ക് അറിയാമല്ലോ, അത് വെച്ച് നിങ്ങൾ എഴുതിയാൽ മതി. വാട്ട് എവർ യു ക്യാൻ, നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റിയോ അതൊക്കെ എഴുതണം. പക്ഷേ നരേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മളത് കണ്ടു എന്നുള്ള നിലയ്ക്ക് എഴുതാം. അപ്പോൾ ഇവിടെ ജൂലിയൻ എഴുതുന്ന നരേഷനാണ്. ഇവിടെ ശരിക്കും നമ്മളാണ് അത് നരേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹീ, ഹെർ എന്നൊക്കെ പറയാം. പക്ഷേ ഇവിടെ അവൾ എഴുതുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്തിനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ബേസ്ഡ് ഡയറി എഴുതാൻ പറയും. അപ്പോൾ നമ്മൾ ഐ വെച്ചിട്ട് തന്നെയാണ് എഴുതുക, ഇതേ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുക. അപ്പോൾ ഡയറി എഴുതുമ്പോഴും ഇത് എഴുതുമ്പോഴും ഒരേ ആൻസർ വരണം, അതിനാണ് ഞാനിങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് വേണം? ഷീ ഹാവ്, അല്ലെങ്കിൽ ഷീ ഹാഡ് ആൻ എക്സ്പീരിയൻസ്, എന്നിട്ട് അവളുടെ കാര്യം നിങ്ങളത് കണ്ടു എന്നുള്ള നിലയ്ക്ക് വേണം നിങ്ങൾ എഴുതാൻ. ഇവിടെ നമ്മൾ ഐ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഐ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചേർക്കും? ഷീ എന്ന് ചേർക്കും. മൈ മദർ എന്നുള്ളിടത്ത് ഹെർ മദർ എന്ന് എഴുതുക. അങ്ങനെയുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നരേഷനിൽ കൊടുക്കുക കേട്ടോ. ഇവിടെ ആ ഒരാൾ ആ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്ന പോലെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് ഞാൻ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അവൾക്ക് ഇപ്പോൾ ഡയറി ചോദിച്ചു കഴിഞ്ഞാൽ, ജൂലിയൻ്റെ ഡയറി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തന്നെ എഴുതി വയ്ക്കാൻ പറ്റും. അതിനോടനുബന്ധിച്ച് 2-3 ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ ഐ എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ നരേഷൻ ചോദിച്ചാൽ എങ്ങനെ എഴുതണം? ഷീ, ഹീ, ഹെർ, ഹിസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ഓക്കെ. It was Christmas Eve 1971 and everyone was eager to get home. We were angry because of the plane was 7 hours late. അപ്പോൾ അന്നൊരു ക്രിസ്മസ് ഈവനിങ് ആയിരുന്നു. എല്ലാവരും എന്താണ്, വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ ലീവിനൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? 7 മണിക്കൂർ ഇതാ പ്ലെയിൻ ലേറ്റായി എന്നൊരു ദേഷ്യത്തിലിരിക്കുക. സഡൻലി വി എൻറ്റേർഡ് ഇൻ ടു എ വെരി ഹെവി ഡാർക്ക് ക്ലൗഡ്. പെട്ടെന്നായിരുന്നു എന്തോ ഒരു ഡാർക്ക് ക്ലൗഡിൻ്റെ അവിടേക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? എൻറ്റർ ചെയ്യുന്നത്. മൈ മദർ വാസ് ആൻഷ്യസ് ബട്ട് ഐ വാസ് ഓക്കെ, ഐ ലൈക്ക് ഫ്ലൈയിങ്. എൻ്റെ അമ്മയ്ക്ക് അപ്പോൾ കുറച്ച് ആൻഷ്യസ് എന്ന് പറയുമ്പോൾ ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു, എന്താ ഈ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നോക്കിയിട്ട്. പക്ഷേ അവൾ അപ്പോഴും ഒരു ഫ്ലൈയിങ്ങിലാണ്, കാരണം പ്ലെയിനിലാണല്ലോ, അപ്പോൾ ആ ഒരു മോഡിൽ ഇരിക്കുകയാണ്. 10 minutes later it was obvious that something was very wrong. പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു റോങ് ആയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. There was very heavy turbulence and the plane was jumping up and down. Parcels and luggage were falling from the locker. There were gift, flower and Christmas cake flying around the cabin. ടർബുലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇളക്കി മറക്കിയാണ് അവിടെ എല്ലാതും, പാർസലും ലഗേജും. അതിൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, ഫ്ലവർ ഉണ്ടായിരുന്നു, ക്രിസ്മസ് കേക്ക് ഉണ്ടായിരുന്നു. വൺ വി സോ ലൈറ്റ്നിങ് അറൗണ്ട് ദ പ്ലെയിൻ. എന്നാൽ പ്ലെയിൻ്റെ ചുറ്റും ഒരു ലൈറ്റ്നിങ് എഫക്റ്റാണ് ഉണ്ടാവുന്നത്. എന്ന് പറയുമ്പോൾ എന്നാൽ ലൈറ്റ് കത്ത് എങ്ങനെയാണ്? കത്തുമ്പോൾ. ഐ വാസ് സ്കൈഡ്. അപ്പോൾ എനിക്ക് പേടിയായി. മൈ മദർ ആൻഡ് ഐ ഹെൽഡ് ഹാൻഡ് ബട്ട് വി വർ അൺഎബിൾ ടു സ്പീക്ക്. ഞങ്ങൾ രണ്ടാളും കൈ കോർത്തായിരിക്കുന്നത്, പക്ഷേ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അതർ പാസഞ്ചേഴ്സ് ബിഗൺ ടു ക്രൈ. എല്ലാവരും, ബാക്കി പാസഞ്ചേഴ്സ് കരയാൻ തുടങ്ങി. ആൻഡ് വീപ്പ് ആൻഡ് സ്ക്രീം. എന്നിട്ട് എന്താണ്, ഇങ്ങനെ തേങ്ങലോട് കൂടി നിൽക്കുകയാണ്. ആഫ്റ്റർ അബൌട്ട് 10 minutes, 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഐ സോ വെരി ബ്രൈറ്റ് ലൈറ്റ് ഓൺ ദ ഔട്ടർ എൻജിൻ ഓൺ ദ ലെഫ്റ്റ് സൈഡിൽ പുറമേയുള്ള എൻജിനും ഒരു നല്ല വലിയൊരു ലൈറ്റ് കണ്ടു. മൈ മദർ സെഡ് വെരി കാംലി. അപ്പോൾ അമ്മ ഭയങ്കര സോഫ്റ്റായിട്ട് അമ്മ പറഞ്ഞു, ദാറ്റ് ഈസ് ദ എൻഡ്, ഇറ്റ്സ് ഓൾ ഓവർ. എല്ലാം കഴിഞ്ഞിരിക്കുന്നു, ഇതാണ് അവസാനം എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. Those were the last words I ever heard from her. അതായിരുന്നു എൻ്റെ അമ്മയിൽ നിന്ന് കേട്ട അവസാന വാക്ക്. The plane jumped down and went into a nose dive. It was pitch black and people were screaming. എന്നിട്ട് എന്ത് ചെയ്തു? പ്ലെയിൻ ഇങ്ങനെ കുത്തനെ വീണു. അതാണ് നോസ് ഡൈവ് എന്ന് പറയുന്നത്, കുത്തനെ വീണു. പീപ്പിൾ were screaming. എല്ലാവരും എന്താണ്, ഇങ്ങനെ കിടന്ന് കരയാണ്, ഓളിടാണ്. Then the deep roaring of the engine filled my head. എന്നിട്ട് ആ ഒരു എൻജിൻ്റെ ഒരു വലിയ റോറിങ് എന്ന് പറയുന്നത് സിംഹത്തിൻ്റെയൊക്കെ ഒരു ശബ്ദം. അപ്പോൾ ആ ഒരു ശബ്ദം പോലെ അത്രയും ഹാർഡായ ഒരു ശബ്ദം എന്ത്
എന്ത് ചെയ്യാണ്, എൻ്റെ തലയിലേക്ക് ഇങ്ങനെ വന്ന് അടിക്കുകയാണ്. ദെൻ ദ ഡീപ്പ് റോറിങ് ഓഫ് ദ എൻജിൻ ഫീൽഡ് മൈ ഹെഡ് കംപ്ലീറ്റ്ലി. ആ ഒരു സൗണ്ട് എൻ്റെ ഹെഡിൽ കംപ്ലീറ്റ്ലി വന്നടിച്ചു. സഡൻലി ദ നോയ്സ് സ്റ്റോപ്ഡ് ആൻഡ് ഐ വാസ് ഔട്ട് സൈഡ് ദ പ്ലെയിൻ. പെട്ടെന്ന് ആ ഒരു വോയിസ് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ആ സമയത്ത് തന്നെ ഞാൻ പുറത്തേക്ക് പോവാണ്. ഐ വാസ് ഇൻ ദ ഫ്രീ ഫോൾ സ്ട്രാപ്പ് ടു മൈ സീറ്റ് ബെഞ്ച് ആൻഡ് ഹാങ്ങിങ് ഹെഡ് ഓവർ ഹീൽസ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വീഴാണ്. ആ ഒരു സീറ്റുമേ ഉള്ള സ്ട്രാപ്പ്, ഞാൻ ആ സീറ്റോട് കൂടിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ദ വിസ്പറിങ് ഓഫ് ദ വിൻഡ് വാസ് ദ ഓൺലി നോയ്സ് ഐ കുഡ് ഹിയർ. എനിക്ക് കേൾക്കുന്നത് പിന്നെ ഒരു കൊടുങ്കാറ്റിൻ്റെ ഒരു ശബ്ദം മാത്രമാണ്. ആ ഒരു ശബ്ദം, വിസ്പറിങ് എന്ന് പറഞ്ഞ സൗകാര്യം പറയാമെന്ന്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ആ ഒരു വിൻഡിൻ്റെ ശബ്ദം മാത്രം ചുവട്ടിൽ നിൽക്കുക. ഐ ഫെൽറ്റ് കംപ്ലീറ്റ്ലി അലോൺ. ഒറ്റയ്ക്കായി ഞാൻ. ഐ കുഡ് സീ ദ കനോപ്പി ഓഫ് ദ ജംഗിൾ സ്പാനിങ് ടുവേർഡ്സ് മീ. ദെൻ ഐ ലോസ്റ്റ് കോൺഷ്യസ്നെസ് ആൻഡ് റിമെമ്പർ നത്തിങ് ഓഫ് ദ ഇമ്പാക്ട്. അപ്പോൾ പെട്ടെന്ന് എന്നത് ചെയ്യണം, ആ ജംഗിളിൻ്റെ ആ ഒരു ഉൾവനം മാത്രമേ കാണുന്നുള്ളൂ. അപ്പം ഞാൻ കോൺഷ്യസ് ആവുകയാണെന്ന്. പേടിക്കുകയാണ് ആ കുട്ടി ഉണ്ടാകുന്നത്. ഓരോ ചിന്തകൾ, ആകുലത കയറുക. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, കുട്ടിയുടെ ബോധം നഷ്ടപ്പെടുന്നുണ്ട്. ഐ ലോസ്റ്റ് കോൺഷ്യസ്നെസ്. ലേറ്റർ ഐ ലേൺ ദാറ്റ് ദ പ്ലെയിൻ ഹാഡ് ബ്രോക്കൺ ഇൻ ടു പീസസ് അബൌട്ട് 2 miles അബവ് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് ഒരു 2 miles മുകളിൽ തന്നെ പ്ലെയിൻ ഒരുപാട് കഷ്ണങ്ങളായി മാറിയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഐ വോക്ക് ദ നെക്സ്റ്റ് ഡേ ആൻഡ് ലുക്ക്ഡ് അപ്പ് ഇൻ ടു ദ കനോപ്പി. കനോപ്പി എന്ന് പറഞ്ഞാൽ ആ പ്ലെയിനിൻ്റെ മുഖഭാഗം അല്ലെങ്കിൽ മുകൾ ഭാഗം, അല്ലെങ്കിൽ ആ വനത്തിൻ്റെ ആ ഒരു മുകളിലെ ദിശ, അല്ലെങ്കിൽ ആകാശം. ഇതൊക്കെ മീനിങ് ഉണ്ട് കേട്ടോ. ദ ഫസ്റ്റ് തോട്ട് ഐ ഹാഡ് വാസ് ഐ സർവൈവ്ഡ് ആൻ എയർ ക്രാഷ്. ഈ ഒരു എയർ ക്രാഷ് അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിൻ ക്രാഷിൽ ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ അതിജീവിച്ചു എന്ന് മനസ്സിലായി. ഐ ഷൗട്ടഡ് ഔട്ട് ഫോർ മൈ മദർ ഇൻ ബട്ട് ഐ ഓൺലി ഹിയർ ദ സൗണ്ട് ഓഫ് ദ ജംഗിൾ. ഞാൻ അമ്മയ്ക്ക് വേണ്ടി കരഞ്ഞു, ഊളിട്ടു. പക്ഷേ എന്താണ്, എനിക്ക് അവിടെ കേട്ടത് എൻ്റെ തന്നെ, അല്ലെങ്കിൽ എന്താ പറയുക, ജംഗിളിൻ്റെ ആ ഒരു ഫോറസ്റ്റ്, കാടിൻ്റെ ശബ്ദം മാത്രമായിരുന്നു. ഐ വാസ് കംപ്ലീറ്റ്ലി അലോൺ. ഐ ഹാഡ് ബ്രോക്കൺ മൈ കോളർ ബോൺ ആൻഡ് ഹാഡ് സം ഡീപ്പ് കട്ട് ഓൺ മൈ ലെഗ്സ് ബട്ട് മൈ ഇഞ്ചുറീസ് വർ ഇൻ സീരിയസ്. എനിക്ക് എന്തുണ്ടായി, കോളർ ബോൺ അവിടെ പൊട്ടിയിരുന്നു. അതുമാത്രമല്ല കാലുമൊക്കെ നല്ല മുറിവുണ്ടായിരുന്നു, കുറേ ഇഞ്ചുറീസ് അങ്ങനെ ഉണ്ടായിരുന്നു. ഐ റിയലൈസ്ഡ് ലേറ്റർ ദാറ്റ് ഐ ഹാഡ് റപ്റ്റേർഡ് എ ലിഗമെൻറ്റ് ഇൻ മൈ നീ ബട്ട് ഐ കുഡ് വാക്ക്. അപ്പോൾ കാലുമ്പോൾ എന്തോ ലിഗമെൻ്റ് ഒക്കെ പോയിട്ടുണ്ട്, പക്ഷെ നടക്കാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലായി. ബിഫോർ ദ ക്രാഷിന് മുമ്പ്, ഈ ഒരു അപകടത്തിന് മുൻപ്, ഐ ഹാഡ് സ്പെൻഡ് എ ഇയർ ആൻഡ് ഹാഫ് വിത്ത് മൈ പാരൻസ് ഓൺ ദെയർ റിസർച്ച് സ്റ്റേഷൻ ഓൺലി 30 miles അവേ. ഇവിടെ നിന്നൊരു 30 miles അവയാണ് ഞാനും എൻ്റെ പാരൻസും അവരുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഒരു 1.5 വർഷം ഒരു കാട്ടിൽ നിന്നത്. ഐ ലേൺഡ് എ ലോട്ട് അബൌട്ട് ലൈഫ് ഇൻ ദ റെയിൻ ഫോറസ്റ്റ്. റെയിൻ ഫോറസ്റ്റിലെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കുറേ പഠിച്ചു അവരുടെ ഒപ്പം നിന്നിട്ട്. ദറ്റ് ഇറ്റ് വാസ് ഇൻ ടു ഡേഞ്ചറസ്. എന്താണ്, നല്ല ഡേഞ്ചറസ് ആണ്. ഇറ്റ്സ് നോട്ട് ഗ്രീൻ ഹെൽത്ത് ദാറ്റ് ദ വേൾഡ് ഓൾവേസ് തിങ്ക്. എല്ലാവരും വിചാരിക്കുന്ന പോലെ ഈ ഒരു നമ്മൾ പറയില്ല, ഒരു പച്ചപ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയുള്ളത് മാത്രമല്ല ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഐ കുഡ് ഹിയർ ദ പ്ലെയിൻസ് ഓവർ ഹെഡ് സെർച്ചിങ് ഫോർ ദ wreck ബട്ട് ഇറ്റ് വാസ് എ വെരി ഡെൻസ് ഫോറസ്റ്റ് ആൻഡ് ഐ കുഡിൻറ്റ് സീ ദം. അപ്പോൾ പ്ലെയിനിൻ്റെ ശബ്ദങ്ങൾ മുകളിലായിട്ട് കേൾക്കുന്നുണ്ട്. കാരണം എന്താ, ഈ ഒരു ക്രാഷ് നടന്നിട്ട് അതിൽ ആൾക്കാർക്ക് അന്വേഷിച്ച് വരുന്നതായിരിക്കാം ഓരോ പ്ലെയിനുകളും. അപ്പോൾ അവരെ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും അവളുടെ ശബ്ദം കേൾക്കില്ല. ഐ വാസ് വിയറിങ് എ വെരി ഷോർട്ട് സ്ലീവ്ലെസ് മിനി ഡ്രസ് ആൻഡ് വൈറ്റ് സാൻഡൽസ്. അപ്പോൾ ഇതൊന്നും ചാപ്റ്ററിൽ പറയാത്ത കാര്യമാണ് കേട്ടോ. ഇത് നമ്മൾ കറക്റ്റായിട്ട് ആളുടെ എക്സ്പ്ലനേഷൻ നമ്മൾ സെർച്ച് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല. ഐ ഹാഡ് ലോസ്റ്റ് 1 shoe ബട്ട് ഐ കെപ്റ്റ്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി നെക്സ്റ്റ്, സ്നേക്സ് ആർ camouflaged there and they look like dry leaves. അപ്പോൾ ഇങ്ങനെ മതി. സ്നേക്സ് ആർ സീൻ ഇൻ ദ ഫോറസ്റ്റ്, അങ്ങനെ എഴുതിയാൽ മതി നിങ്ങൾ. ഐ വാസ് ലക്കി ഐ ഡിഡൻറ്റ് മീറ്റ് ദം ഓർ മേ ബി ജസ്റ്റ് ദാറ്റ് ഐ ഡിഡൻറ്റ് സീ ദം. ഞാൻ ഭയങ്കര ഭാഗ്യവതിയായിരുന്നു, കാരണം എനിക്ക് സ്നേക്സിനെ ഒന്നും കാണാൻ പറ്റിയില്ല. സ്നേക്സിനെ കണ്ടെങ്കിൽ കൊത്ത് കിട്ടില്ലേ, മരിക്കില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഐ ഫൗണ്ട് എ സ്മോൾ ക്രീക്ക് ആൻഡ് വാക്ക്ഡ് ഇൻ ദ വാട്ടർ ബിക്കോസ് ഐ ന്യൂ ഇറ്റ് വാസ് സേഫ്. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു വടി കൈ പിടിച്ചിട്ട് ഞാൻ എന്താ ചെയ്ത്, വെള്ളത്തിലൂടെ നടന്ന്, കാരണം അതാണ് അവിടെ സേഫ്. അറ്റ് ദ ക്രാഷ് സൈറ്റ് ഐ ഹാഡ് ഫൗണ്ട് എ ബാഗ് ഓഫ് സ്വീറ്റ്സ്. ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് ഞാൻ ഒരു സ്വീറ്റ്സിൻ്റെ ബാഗ് കണ്ടു. വെൻ ഐ ഹാഡ് ഫിനിഷ് ദം ഐ ഹാഡ് നത്തിങ് മോർ ടു ഈറ്റ്. അതിലുള്ളതെല്ലാം കഴിച്ചു, പിന്നെ എനിക്ക് ഒന്നും കഴിക്കാൻ ആ കാട്ടിലുണ്ടായിരുന്നില്ല. ആൻഡ് ഐ വാസ് വെരി അഫ്രൈഡ് ഓഫ് സ്റ്റാർവിങ്. പട്ടിണി അല്ലെങ്കിൽ വിശപ്പ്, അത് എനിക്ക് ഒരുപാട് ഭീതി നിറച്ച അല്ലെങ്കിൽ ഭയപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. ഇറ്റ് വാസ് വെരി ഹോട്ട് ആൻഡ് വെരി വെറ്റ് ആൻഡ് ഇറ്റ് റെയിൻഡ് സെവറൽ ടൈംസ് എ ഡേ. ഒരു ദിവസം നല്ല ചൂടും അതുപോലെ തന്നെ നല്ലൊരു നനവും, അതുപോലെ തന്നെ ഒരുപാട് ടൈം മഴയും ഒരു ദിവസം ഉണ്ടായിരുന്നു. But it was cold in the night and to be alone in that mini dress was very difficult. രാത്രി നല്ല തണുപ്പാണ്. അപ്പോൾ ആ ഒരു മിനി ഡ്രസ്സ് ഇട്ടിട്ട് ആ ഒരു കോൾഡിനെ മറികടക്കാൻ ഡിഫിക്കൽട്ടായിരുന്നു. ഓൺ ദ 4th day, 4ാമത്തെ ദിവസം, ഐ ഹിയർ ദ നോയ്സ് ഓഫ് എ ലാൻഡിങ് കിങ് വൾച്ചർ വിച്ച് ഐ റെക്കഗ്നൈസ് ഫ്രം മൈ ടൈം അറ്റ് മൈ പാരൻസ് റിസർവ്. അപ്പോൾ ഈ ഒരു പാരൻസിൻ്റെ റിസർച്ച് സമയത്ത് അവർക്ക് മനസ്സിലായ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ വൾച്ചർ വരെ എപ്പോഴും എവിടെയാണ്, ഒരു ഡെഡ് ബോഡീസിൻ്റെ അടുത്താണ്. ഐ വാസ് അഫ്രോയിഡ് ബിക്കോസ് ഐ ന്യൂ ദേ ഓൺലി ലാൻഡ് വെൻ ദർ
is a lot of carrion and I knew it was bodies from the crash. അപ്പോൾ ഇത്ര മതി. Vulture will be search for the bodies or vulture will be seen where the bodies can be. So I could understand that there will be some bodies or some mates in my plane. When I turned a corner in the creek, I found a bench with 3 passengers rammed head first into the earth. I was paralyzed by panic. It was the first time I had seen a dead body. അപ്പോൾ പിന്നെ അവിടെ കുറച്ച് ഡെഡ് ബോഡീസ് ഒക്കെ കണ്ടു എന്ന് നിങ്ങൾ എഴുതുക. ഓക്കെ, I thought my mother could be one of them, but when I touched the corpse with a stick, I saw that the woman's toenails were painted. My mother never polished her nails. അപ്പോൾ ഒരെണ്ണം എൻ്റെ അമ്മയാകും എന്ന് വിചാരിച്ച ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് ചെന്നു. പക്ഷെ അതെൻ്റെ അമ്മയല്ലായിരുന്നു. കാരണം ആളുടെ ഫിംഗറിൽ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു. ഇതൊന്നും നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ല കേട്ടോ ആക്ച്വലി. ഇത് പക്ഷേ റിയൽ ആയിട്ടുള്ള കാര്യം ആൾ പറഞ്ഞത് നമ്മൾ സെർച്ച് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം എഴുതണം, ടെക്സ്റ്റ് ബേസ്ഡ് നിങ്ങൾ എഴുതിയാൽ മതി. ഇതിലുള്ള ഈ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. I was immediately relieved but then felt ashamed of that thought. By the 10th day I couldn't stand. 10th ദിവസം I couldn't stand properly and I drifted along the edge of a larger river I had found. 10th ദിവസം എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തു ചെയ്തു? തുഴയുക അല്ലെങ്കിൽ നിരങ്ങി നീങ്ങുക, പുഴയിലൂടെ അങ്ങനെ നീങ്ങി. I felt so lonely, like I was in a parallel universe far away from any human beings. മനുഷ്യരില്ലാത്തൊരു ലോകത്തിൽ നിന്ന് എവിടെയോ ദൂരെയാണെന്ന് അവൾക്ക് തോന്നി. I thought I was hallucinating when I saw a really large boat. When I went to touch it and realized it was real, it was like an Italian shot. But then I saw there was a small path into the jungle where I found a hut with a palm leaf roof, an outboard motor and a liter of gasoline. അപ്പോൾ പിന്നീട് അവളൊരു ബോട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഐ ഹാഡ് സീൻ എ ബോട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതാം. ഐ ഹാഡ് എ വൂണ്ട് ഓൺ മൈ അപ്പർ റൈറ്റ് ആം. എന്ത് ചെയ്യുന്നുണ്ട്? കൈയിൻ്റെ അവിടെ ഒരു ചെറിയ മുറിവുണ്ട്. ഇറ്റ് വാസ് ഇൻഫെസ്റ്റഡ് വിത്ത് മാങ്കോട്ട്സ് അബൌട്ട് 1 centimeter long. അതിൽ പുഴുക്കൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഐ റിമെമ്പർ അവർ ഡോഗ് ഹാഡ് ദ സെയിം ഇൻഫെക്ഷൻ ആൻഡ് മൈ ഫാദർ ഹാഡ് പുട്ട് കെറോസിൻ ഇൻ ഇറ്റ്. എൻ്റെ ഡോഗിന്, വീട്ടിലെ നായ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അച്ഛൻ അതിൽ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ആ ഒരു വൂണ്ടിൽ. സോ ഐ സക്ക് ദ ഗ്യാസ് ഓയിലിൻ ഔട്ട് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദ വാട്ടർ. അപ്പോൾ എന്തു ചെയ്തു? ഗ്യാസ് ഓയിലിൻ അതിന്ന് വലിച്ചെടുത്തിട്ട് ഈ വൂണ്ടിൽ അവൾ ഒഴിച്ചു കൊടുത്തു. ദ പെയിൻ വാസ് ഇൻറ്റൻസ്. നല്ല വേദന ഉണ്ടായിരുന്നു. ആസ് ദ മാങ്കോട്ട്സ് ട്രൈ ടു ഗെറ്റ് ഫർദർ ഇൻ ടു ദ വൂണ്ട്. കാരണം അത് ഈ മണ്ണെണ്ണ വീഴുമ്പോൾ ഒന്നും കൂടി ഉള്ളിലേക്ക് കടക്കാനാണ് നോക്കിയത്. ഐ പുൾഡ് ഔട്ട് അബൌട്ട് 30 മാങ്കോട്ട്സ് എന്ന് പറയുമ്പോൾ കുറച്ച് പുഴുക്കളേക്കാൾ എന്താ പറയുക എടുത്ത് വലിച്ച് പുറത്തേക്ക് എടുത്തു. ഐ ഡിസൈഡ് ടു സ്പെൻഡ് ദ നൈറ്റ് ദർ. അവിടെ തന്നെ ആ ഒരു നൈറ്റ് നിൽക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരു ബോട്ട് കണ്ടു. അപ്പോൾ അവിടെ ആൾക്കാർ എന്തെങ്കിലും വരും എന്ന് അവൾക്കറിയാം. ദ നെക്സ്റ്റ് ഡേ ഐ ഹിയർ ദ വോയിസ് ഓഫ് സെവറൽ മെൻ ഔട്ട്സൈഡ്. കുറച്ച് പേരുടെ വോയിസ് പുറത്തുനിന്ന് കേട്ടു. ഇറ്റ് വാസ് ലൈക്ക് ഹിയറിങ് ദ വോയിസ് ഓഫ് ഏഞ്ചൽസ്. അപ്പോൾ അവൾക്ക് തോന്നിയത് മാലാഖമാരുടെ ശബ്ദം കേൾക്കുന്ന പോലെ തന്നെ താനിപ്പോൾ രക്ഷപ്പെടുമെന്ന വിശ്വാസം. When they saw me, they were alarmed and stopped talking. ഇവളെ കണ്ടപ്പോൾ അവരപ്പം തന്നെ ആ ഒരു സംസാരം നിർത്തി ഇവളുടെ അടുത്തേക്ക് വന്നു. They thought I was a kind of water goddess. അവർ വിചാരിച്ചത് ഈ വെള്ളത്തിലേക്കൂടെ വരുന്ന ഏതോ ഒരു ദൈവമായിട്ട് അവർക്ക് തോന്നിയത്. എ ഫിഗർ ഫ്രം ലോക്കൽ ലെജൻഡ് ഹു ഈസ് ഹൈബ്രിഡ് ഓഫ് എ വാട്ടർ ഡോൾഫിൻ ആൻഡ് എ ബ്ലോണ്ട് വൈറ്റ് സ്കിൻഡ് വുമൻ. വെള്ളത്തിൽ കുറേ നേരം നിന്നാൽ നമുക്കറിയാം നമ്മുടെ കൈയൊക്കെ വിറങ്ങലിച്ച് ഒരു വെള്ള കളറിലാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ അവർക്ക് തോന്നിയത്. ബട്ട് ഐ ഇൻട്രൊഡ്യൂസ്ഡ് മൈസെൽഫ് ഇൻ സ്പാനിഷ് ആൻഡ് എക്സ്പ്ലെയിൻ വാട്ട് ഹാഡ് ഹാപ്പൻ. എന്താണ് ഉണ്ടായത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. ദേ ട്രീറ്റഡ് മൈ വൂഡ്സ്. അവരെന്ത് ചെയ്തു? ആ മുറിവൊക്കെ അവളുടെ നന്നായി നോക്കി. എന്നിട്ട് കഴിക്കാൻ അവൾക്ക് കുറച്ച് സാധനങ്ങൾ കൊടുത്തു. ആൻഡ് ഗേവ് മീ സംതിങ് ടു ഈറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് ഡേ ടുക്ക് മീ ബാക്ക് ടു സിവിലൈസേഷൻ. ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ദ ഡേ ആഫ്റ്റർ മൈ റെസ്ക്യൂ ഐ സോ മൈ ഫാദർ. ആ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അച്ഛനെ കണ്ടു. He could barely talk and in the first moment we just held each other. അപ്പോൾ അവൾക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു. അവർ രണ്ടാളും ഒരുമിച്ചിരുന്നു. For the next few days he frantically searched for the news of my mother. എൻ്റെ അമ്മയുടെ ന്യൂസിനെ കുറിച്ചിട്ട് അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിലായിരുന്നു അവരുടെ സെർച്ചിങ്. On 12th January they found her body. 12th ജനുവരി ഇവൾ പറഞ്ഞു കൊടുത്ത ഇൻഫോർമേഷനൊക്കെ അനുസരിച്ച് അവരെന്ത് ചെയ്തു? ബോഡി കണ്ടെത്തി. Later I found out that she also survived the crash but was badly injured and she couldn't move. ഷീ ഡൈഡ് സെവറൽ ഡേയ്സ് ലേറ്റർ. അപ്പോൾ അവർക്ക് മനസ്സിലായി അവളും എന്ത് ചെയ്തു? അവളുടെ അമ്മ എന്ത് ചെയ്തു? ആ ഒരു പ്ലെയിനിൽ നിന്ന് രക്ഷപ്പെട്ടതായിരുന്നു, സർവൈവ് ചെയ്തതായിരുന്നു, അതിജീവിച്ചതായിരുന്നു. പക്ഷേ കുറേ ദിവസം ഉള്ള മുറിവുകളൊക്കെ പറ്റി നിന്നപ്പോൾ അതിലാണ് മരിച്ചു വീണത്. ഐ ഡ്രെഡ് ടു തിങ്ക് ദാറ്റ് ഹെർ ലാസ്റ്റ് ഡേയ്സ് വെർ ലൈക്ക്. അപ്പോൾ അവളുടെ ആ ലാസ്റ്റ് ദിവസങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ആലോചിച്ച് ഇവള് വേദനിക്കാൻ തുടങ്ങി. അപ്പോൾ ഒന്നും കൂടി നമ്മൾ പറയണു, നരേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീ, ഷീ, ഹെർ, ഹിസ് എന്നൊക്കെ വെച്ച് യൂസ് ചെയ്യുക. ഇത് ഞാൻ എഴുതിയത് ഡയറി വന്നാലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ തന്നെ എഴുതുക. ജസ്റ്റ് ഐ ഉള്ളിടത്ത് ഷീ, അതുപോലെ ഹെർ എന്നൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് 18 തൊട്ട് 20th ക്വസ്റ്റ്യൻ വരികയാണ്. നമുക്ക് 5 മാർക്കാണ് ഒരെണ്ണത്തിനുള്ളത്. ഏതെങ്കിലും 2 അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 3 അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 18th one.
Mr. Dixit and grandmother happened to meet each other at the construction site on ധർമ്മഗിരി മൗണ്ടൈൻ. ധർമ്മഗിരി മൗണ്ടൈനിലെ എന്ത് ചെയ്യുന്നുണ്ട്, ആ കൺസ്ട്രക്ഷൻ, ആ ഒരു ഹോട്ടൽ പണിയുന്നുണ്ടല്ലോ, 5 സ്റ്റാർ ഹോട്ടൽ, അവിടെ വെച്ചിട്ട് ഗ്രാൻഡ് മദറും ഡിക്സിറ്റും കണ്ടുമുട്ടാണ്. അപ്പോൾ ആ കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിക്സിറ്റ് എന്ന് പറയുന്നത് ഇത് പണിയാൻ വന്നിരിക്കുന്ന ആ ഒരു ഓണറാണ്. ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് അവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ഇവിടെ എങ്ങനെയായിരിക്കും കോൺവെർസേഷൻ? ഗ്രാൻഡ് മദർ പറയാണ്, ഹലോ മിസ്റ്റർ ഡിക്സിറ്റ്, ഐ എം എ കോമൺ വുമൺ, ഐ വോണ്ട് ടു ഡിസ്കസ് വിത്ത് യു സംതിങ്. അപ്പോൾ ആരാണ് ഈ ഒരു അമ്മമ്മ എന്നുള്ളത് ഡിക്സിറ്റിന് അറിയില്ലല്ലോ. അപ്പോൾ അമ്മ പറയാണ്, എന്താ, ഞാനൊരു സാധാരണ ഒരു സ്ത്രീയാണ്, എനിക്ക് നിങ്ങളുമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഡിക്സിറ്റ് പറയണം, ഷുവർ, വാട്ട്സ് എ മാറ്റർ, പറഞ്ഞോളൂ, എന്താ കാര്യം എന്ന് പറയാം. ഗ്രാൻഡ് മ പറയാണ്, ഐ ഹാഡ് ഹിയേഴ്സ് ദാറ്റ് യു ആർ ഗോയിങ് ടു ബിൽഡ് എ 5 സ്റ്റാർ ഹോട്ടൽ ഹിയർ. നിങ്ങളൊരു 5 നില അല്ലെങ്കിൽ എന്താ പറയുക, 5 നക്ഷത്ര ഹോട്ടൽ നിങ്ങളിവിടെ പണിയാൻ പോകാമെന്ന് പറയുന്നുണ്ടല്ലോ, ആണോ എന്ന് ചോദിക്കുക. ഡിക്സിറ്റ് പറയാണ്, യെസ്, ഐ ആം ദ ഓണർ ഓഫ് ദ ഹോട്ടൽ, ഞാനാണ് ആ ഹോട്ടലിൻ്റെ ഓണർ. എവറിത്തിങ് ഇസ് സെറ്റ്, എല്ലാം റെഡി ആയിട്ടുണ്ട്, ഇറ്റ്സ് ഗോയിങ് ടു സ്റ്റാർട്ട്, തുടങ്ങാൻ പോവാണ്. ഞങ്ങളുടെ ലോറീസും ലോറീസ് ആൻഡ് ട്രക്സ് അറൈവ്ഡ് യെസ്റ്റർഡേ, ഞങ്ങളുടെ ലോറിയും അതുപോലെ ട്രക്സൊക്കെ ഇന്നലെ വന്നു. ഗ്രാൻഡ് മദർ പറയാം, ബട്ട് ഐ ആം ഷുവർ അബൌട്ട് വൺ തിങ്, ദറ്റ് യു കാൻ ബിൽഡ് എ ബിൽഡിംഗ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ബിൽഡിംഗ് പണിയാൻ പറ്റില്ല, അത് ഞാൻ ഷുവറാണ്. ബിക്കോസ് ധർമ്മഗിരി കാൺ സപ്പോർട്ട് എ ബിൽഡിംഗ് ദാറ്റ് മച്ച് ബിഗ്, ഇറ്റ് ഈസ് ഡേഞ്ചറസ്. അപ്പോൾ പറയാണ്, ധർമ്മഗിരിക്ക് അത്രയും വലിയ ഒരു ബിൽഡിംഗ് ഇവിടെ ആൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അത് ഡേഞ്ചറസ് ആണ് എന്ന് പറയാം. ഡിക്സിറ്റ് പറയണത്, ഡേഞ്ചറസ് ഫോർ ഹ്യൂം? ഡേഞ്ചറസോ, ആർക്ക് ഡേഞ്ചറസ്? ഓ, ഐ അണ്ടർസ്റ്റുഡ് യു ദാറ്റ് യു ആർ ദ പീപ്പിൾ ഹു കെയിം ഫോർവേഡ് ടു റിസ്ട്രിക്ട് ദിസ് കൺസ്ട്രക്ഷൻ. ഇപ്പോൾ പറയണത്, ഓ, ഇപ്പം നിങ്ങൾ മനസ്സിലായി, നിങ്ങളാണ് അപ്പോൾ ഇത് തടയാൻ വന്ന ആൾക്കാരില്ലേ, റിസ്ട്രിക്റ്റ് ചെയ്യാൻ വെച്ചാൽ തടയുക, ഈ കൺസ്ട്രക്ഷൻ, ഈ പണി തടയാൻ വന്ന ആൾക്കാരാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. യു ബംകിൻസ്, ബംകിൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നാട്ടുംപുറത്തക്കാരെ, അപ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓ, നിങ്ങൾ നാട്ടുംപുറത്തുകാരെ, ഡസൻ നോ എനിത്തിങ് മോർ ദാൻ ദ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ലൈക്ക് ദിസ്, ഞങ്ങളെപ്പോലെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ അത്രയ്ക്ക് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കാണ്. ഗ്രാൻഡ് മദർ പറയാണ്, വി നോ ദ പ്ലേസ് വെരി വെൽ, ബിക്കോസ് ഞങ്ങൾക്ക് ഈ പ്ലേസ് നല്ല രീതിയിൽ അറിയാം. കാരണം എന്താ, ഞങ്ങൾ ജനിച്ചതും ബ്രോട്ടപ്പ് ഹിയർ എന്ന് പറഞ്ഞത്, ഞങ്ങൾ ജനിച്ചതും വളർന്നതും ഇവിടെയാണ്. ധർമ്മഗിരി ടെമ്പിൾ ഈസ് 300 ഫീറ്റ് ലാർജ്. ധർമ്മഗിരിയിലുള്ള ഈ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് 300 ഫീറ്റ് ലാർജാണ്. ഇറ്റ് കുഡിൻ ഹോൾഡ് സ്ട്രക്ചർ ടോളർ ദാൻ ദിസ്. ഈ 300 ഫീറ്റിനേക്കാൾ കൂടുതൽ വലുതായ ഒന്നും ആൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഇഫ് യു ബിൽഡ് എ റെസ്റ്റോറൻറ്റ് മോർ ദാൻ ദിസ്, നാച്ചുറൽ കലാമിലിറ്റി വിൽ ഹാപ്പൻ. നിങ്ങളിവിടെ അതിനേക്കാൾ വലുപ്പമുള്ള ഒരു റെസ്റ്റോറൻറ്റ് പണിയാണെങ്കിൽ ഇവിടെ എന്തുണ്ടാകും, പ്രകൃതി നാശവനം, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് അമ്മമ്മ കൊടുക്കുന്നുണ്ട്. ഡിക്സിറ്റ് പറയാണ്, നത്തിങ് വിൽ ഹാപ്പൻ, യു ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ് ഫ്രം ഹിയർ. ഒന്നും സംഭവിക്കില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പോയി എന്ന് പറയാം. അപ്പോൾ ഗ്രാൻഡ് മദർ പറയാണ്, നാച്ചർ വിൽ ഗിവ് യു എ റിപ്ലൈ ഫോർ ദിസ്, എക്സ്പീരിയൻസ് ഇറ്റ് ബൈ. ഇതിന് മറുപടി നിങ്ങൾക്ക് പ്രകൃതി തരും, അത് നിങ്ങൾ അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ് മ പോരാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കോൺവെർസേഷൻ ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം, ഗ്രാൻഡ് മ സപ്പോർട്ട് ചെയ്യാൻ വന്ന രീതിക്കും നിങ്ങൾക്ക് എഴുതാം. പക്ഷേ നമ്മുടെ ചാപ്റ്ററിൽ ഗ്രാൻഡ് മ എപ്പോഴും ഈ ഒരു 5 നില ഹോട്ടൽ അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു 5 നക്ഷത്ര ഹോട്ടലിൻ്റെ എതിരെയാണ്. കാരണം എന്താ, അത് ധർമ്മഗിരിക്ക് ദോഷമായോണ്ട്. 19th question, prepare 5 questions based on the passage given below. 1 has been done for you. 5 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരെണ്ണം തന്നിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ ഒരു പാസേജ് തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്യണം. വാട്ട്, വൈ, വെൻ, ഹൗ എന്നുള്ളത് യൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ മാർക്ക് ലാസ്റ്റ് വേണം. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ജൂലിയൻ്റെ ആ ഒരു ചാപ്റ്ററിലെ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടല്ലോ, അതിലെ ഒരു പോർഷനാണ് തന്നിരിക്കുന്നത് കേട്ടോ. അതിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വാട്ട് ഡിഡ് ദ പാക്കേജ് കണ്ടെയ്ൻ, എന്താണ് പാക്കേജിൽ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് എന്ത് പറയാം, വൈ ഡിഡ് ജൂലിയൻ പിക്ക് ദ ലോങ് സ്റ്റിക്ക്, എന്തുകൊണ്ടാണ് ജൂലിയൻ ഒരു വലിയ വടി എടുത്ത് കൈപിടിച്ചത്, അതെന്തുകൊണ്ടാണ് ഈ പാമ്പുണ്ടോ എന്നൊക്കെ തരയാൻ വേണ്ടിയിട്ട്. വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ജൂലിയൻസ് പാരൻറ്റ് ടോൾഡ് ഹെർ അബൌട്ട് ദ ജംഗിൾ, കാടിനെ പറ്റിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജൂലിയൻസിൻ്റെ പാരൻസ് പറഞ്ഞിട്ടുണ്ട്, അതെന്തായിരുന്നു എന്നാണ് ചോദിക്കണത്. വൈ ജൂലിയൻ ഡ്രോപ്പ് ദ പാക്കേജ്, എന്തുകൊണ്ടാണ് ആ പാക്കേജ് വലിച്ചെറിഞ്ഞത് ജൂലിയൻ, എന്തുകൊണ്ടാണ്, അതിലാകെ നനഞ്ഞിരിക്കുകയാണ്, കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കണ്ടില്ലേ, വൈ, വാട്ട്, വെൻ, ഹൗ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സിൽ സ്റ്റാർട്ട് ചെയ്യണം, ക്വസ്റ്റ്യൻ മാർക്ക് എൻഡിൽ വേണം. ഇങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 20th question, the grandmother in the play listened to the mountain, was very much shocked when she heard about the tragedy in Dharmagiri. After a few days, she wrote her feeling in the diary, prepare a likely diary entry. അപ്പോൾ അവിടെ നാശനഷ്ടം ഉണ്ടായി, അവർ പണിയരുത് എന്ന് പറഞ്ഞിട്ട് 5 എന്താ പറയുക 5 നക്ഷത്ര ഹോട്ടൽ 5 സ്റ്റാർ ഹോട്ടൽ പണിതു. നാച്ചുറൽ കലാമിറ്റി ഉണ്ടായി, എന്താ ഉരുൾപൊട്ടലുണ്ടായല്ലോ, കുറേ ആൾക്കാരുടെ ജീവനെ നഷ്ടപ്പെട്ടു. ഇത് കഴിഞ്ഞ് ഇത് കേട്ടപ്പോൾ ഗ്രാൻഡ് മദറിന് നല്ല വിഷമമായി. ഗ്രാൻഡ് മദർ ഡയറി എഴുതാണ്. എന്തായിരിക്കും അതിലെ കണ്ടൻറ്റ്? റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡയറി എഴുതുമ്പോൾ എപ്പോഴും നമ്മളൊരു ബോക്സിൽ വേണം എഴുതാനായിട്ട്. ഡയറി എന്നുള്ള ഹെഡിങ് എപ്പോഴും വേണം. ഡേറ്റ് എഴുതണം, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. പിന്നെ ഫസ്റ്റ് ലൈനിൽ എങ്ങനെയായിരുന്നു ആ ദിവസം, ഹാപ്പി ആയിരുന്നോ സാഡ് ആയിരുന്നോ അത് നമ്മൾ എഴുതണം. പിന്നെ അതിലുണ്ടായ കാര്യങ്ങൾ, അന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ എഴുതുക.
പിന്നെ നമ്മൾ എൻഡ് ചെയ്യിപ്പിക്കാം. എൻഡ് ചെയ്യിപ്പിക്കുമ്പോൾ എപ്പോഴും എന്താണ്, നല്ലത് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അത് ഹാപ്പി ആയാലും സാഡ് ആയാലും നമ്മളങ്ങനെ എഴുതണം. അതിനൊക്കെ മാർക്കുണ്ട് കേട്ടോ. സോ ടുഡേ വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഫോർ മീ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഡയറി എഴുതുമ്പോൾ, സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എഴുതാൻ പറ്റുന്ന ഒരു ലൈനാണ് ഇത്. ടുഡേ വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഫോർ മീ. എനിക്ക് മറക്കാനാവാത്തൊരു ദിവസമാണ് ഇന്ന്. When I told all the after effect to Dixit and gave a warning that we should not build a building about 300 feet here in Dharmagiri as it will lead to a natural disaster. അപ്പോൾ എന്താ പറയുന്നത്, അമ്മമ്മ എഴുതിയിട്ട് പറയുകയാണ്, ഡിക്സിറ്റിനോട് ഞാനൊരു വാണിംഗ് കൊടുത്തതാണ്, നമുക്ക് ഒരിക്കലും 300 ഫീറ്റിന് മുകളിലായിട്ട് ധർമ്മഗിരിയിൽ ഒരു ബിൽഡിംഗ് പണിയാൻ പറ്റില്ല. കാരണം എന്താ, ആസ് ഇറ്റ് വിൽ ലീഡ് ടു എ നാച്ചുറൽ ഡിസാസ്റ്റർ, നമുക്ക് പ്രകൃതി ദുരന്തം ഉണ്ടാവും അതുകൊണ്ട്. ബട്ട് ഡിക്സിറ്റ് ഡിഡ് നോട്ട് ഫോളോ മൈ വാണിംഗ്. പക്ഷേ എൻ്റെ വാണിംഗ് ഡിക്സിറ്റ് എന്ത് ചെയ്ത് അനുസരിച്ചില്ല. വാട്ട് ഹാപ്പൻ നൗ? ഇപ്പോൾ എന്താ ഉണ്ടായത്? നത്തിങ് വാസ് ലോസ്റ്റ് ഫോർ ഡിക്സിറ്റ്. ഡിക്സിറ്റിന് ഒന്നും നഷ്ടമായില്ല. ബട്ട് ദ പീപ്പിൾ ഓഫ് ധർമ്മഗിരി ലോസ്റ്റ് ദെയർ ഓൺ റിലേറ്റീവ്സ് ആൻഡ് ദെയർ ഓൺ ചിൽഡ്രൻ. സ്വന്തം മക്കളെയും ബന്ധുക്കളെയും ഇന്ന് ധർമ്മഗിരിയിലെ പല ആൾക്കാർക്കും നഷ്ടപ്പെട്ടു. ഹൗ മെനി പീപ്പിൾ ഡൈഡ് ഇൻ ദിസ് കലാമിറ്റി? ഈ ഒരു ദുരന്തത്തിൽ എത്ര ആൾക്കാരാണ് മരിച്ചു എന്നറിയോ? ഇറ്റ് ഈസ് എ സെൽഫിഷ് നേച്ചർ ഓഫ് ഹ്യൂമാൻസ് ആസ് വെൽ ആസ് ദ മെത്തേഡ് ഓഫ് എക്സ്പ്ലോയിറ്റിംഗ് നാച്ചുർ. ഇത് നമ്മുടെ ഈ ഒരു പ്രകൃതിയോട്, അല്ലെങ്കിൽ എന്താ പറയുക, ഹ്യൂമാൻസിൻ്റെ ആ ഒരു സെൽഫിഷ് നാച്ചർ എന്ന് പറഞ്ഞ പ്രകൃതിയോട് എന്നല്ല, ഹ്യൂമാൻസിൻ്റെ ഒരു സ്വാർത്ഥ സ്വഭാവമാണ്. അത് മാത്രമല്ല, എക്സ്പ്ലോയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യാണ്. ദാറ്റ് അൾട്ടിമേറ്റ്ലി ലീഡ് നാച്ചർ ടു റിയാക്ട്. ബട്ട് വെൻ നാച്ചർ ഫൈനലി റിയാക്ട്, എന്തിനാണ് അത് അൾട്ടിമേറ്റ്ലി അവസാനം അത് നാച്ചറിനെ റിയാക്ട് ചെയ്യിപ്പിക്കും, പ്രകൃതിനെ. അവിടെ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം തരും. പക്ഷേ ഇപ്പം എന്തായി, അങ്ങനെ അവസാനം അതിനുള്ള റിയാക്ഷൻ ആര് കൊടുത്തു? നമ്മുടെ പ്രകൃതി തന്നു. ഹ്യൂമാൻ ലിവ്സ് ലോസ് ദെയർ ലൈഫ്. ഒരുപാട് മനുഷ്യർക്ക് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. ദ സാഡസ്റ്റ് തിങ് ഇസ് ദാറ്റ്, ഏറ്റവും വലിയ വിഷമമുള്ള കാര്യം, പീപ്പിൾ ഹു ഹാവ് നോ പാർട്ട് ഇൻ, ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ബിൽഡിംഗ് പണിയുന്ന ആ ഒരു കാര്യത്തിൽ ഒരു പാർട്ടും, എന്താ പറയുക, ഒരു പങ്ക് വഹിക്കാത്ത ആൾക്കാരാണ് മരിച്ചത്. നോ ഡിസയർ ഫോർ സെൽഫിഷ് പ്രോഫിറ്റ്. ഒരാൾക്കും സ്വാർത്ഥ ലാഭം എന്നുള്ളത് ഇല്ലാത്ത മനുഷ്യരാണ് ഇതിൽ മരണപ്പെട്ടത്. ഫോൾ വിക്ടം ടു ഇറ്റ്. ഇതിനിരയായത് അവരാണ്. വിക്ടം എന്ന് പറഞ്ഞാൽ ഇരയാവുക. എനിവേ ഐ ഹാവ് ഡിസൈഡ് ടു റിയാക്ട് സ്ട്രോങ്ലി അഗെയിൻസ്റ്റ് ദിസ്. ഇതിനെതിരെ ഞാൻ സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ തന്നെ ഞാൻ തയ്യാറെടുത്തു, അല്ലെങ്കിൽ ഞാൻ തീരുമാനിച്ചു. ആൻഡ് ടുമാറോ ഐ വിൽ ഗോ ടു ദ പോലീസ് സ്റ്റേഷൻ ആൻഡ് ഫയൽ എ കേസ് അഗെയിൻസ്റ്റ് ദം. നാളെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവർക്കെതിരെ ഒരു കേസ് കൊടുക്കും. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഐ വിൽ ഡു വാട്ട് എവർ ഐ ക്യാൻ ടു ഹെൽപ്പ് ദ ഫാമിലീസ് ഓഫ് ദ ഡിസീസ്ഡ്. എന്ന് പറയുമ്പോൾ നമ്മളെ വിട്ടുപോയി അല്ലെങ്കിൽ മരണപ്പെട്ട ആൾക്കാരുടെ ഫാമിലിക്ക് എന്നെക്കൊണ്ട് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യും. ഹോപ്പ് എവറിത്തിങ് വിൽ ബി ബെറ്റർ. മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ 21 to 25 ആണ്. അതിലേതെങ്കിലും 3 അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 21, ഗാന്ധിജി ഗേവ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ദ കൾച്ചർ ഓഫ് ഹാർട്ട് ആൻഡ് ബിൽഡിംഗ് ഓഫ് ക്യാരക്ടർ ഓഫ് ദ ഇമേജ് ഓഫ് ദ ടോൾസ്റ്റോയ് ഫോം. പ്രിപ്പയർ എ ലെറ്റർ ടു ബി സെൻഡ് ടു വൺ ഓഫ് യുവർ ഫ്രണ്ട് അബൌട്ട് ഗാന്ധിജീസ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഓൺ ദ ടോൾസ്റ്റോയ് ഫോം. ഗാന്ധിജി എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം എപ്പോഴും കുറേ പഠിപ്പിനല്ല വാല്യൂ കൊടുത്തത്, എപ്പോഴും നല്ല മനസ്സ്, നല്ല കൾച്ചർ ബിൽഡ് ചെയ്യാനാണ്, ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാനാണ്. എവിടെ? ടോൾസ്റ്റോയ് ഫോമിലുള്ള എല്ലാ ആൾക്കാർക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ചു. അതിനെക്കുറിച്ച് നിങ്ങളൊരു ലെറ്റർ എഴുതുകയാണ് നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്, ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്റർ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെ എഴുതും? ലെറ്റർ എഴുതാൻ അറിയണം. അതുകൂടാതെ ആ ചാപ്റ്ററിൽ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ആ ലെറ്ററിലെ കണ്ടൻറ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ലെറ്ററും നമ്മൾ ഇതുപോലെ തന്നെ ബോക്സിൽ എഴുതണം, പ്ലേസ് ഡേറ്റ് കൊടുക്കണം, പിന്നെ നമ്മുടെ സല്യൂട്ടേഷൻ. ഇവിടെ ഡിയർ അബി. ടീച്ചേഴ്സിനോ അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ, ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പദവിയിലിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ റെസ്പെക്റ്റഡ് എന്ന് കൊടുക്കും. അപ്പോൾ ഇവിടെ ഡിയർ അബി. ഫസ്റ്റ് നമ്മൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, എന്നിട്ട് നമ്മൾ ടോപ്പിക്കിലേക്ക് വരിക, പിന്നെ നമ്മളൊരു എൻഡിങ് സെക്ഷൻ കൊടുക്കുക. 3 പാരഗ്രാഫായിട്ടാണ് നമ്മൾ ലെറ്റർ എഴുതുക കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഹൗ ആർ യു? ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. സുഖല്ലേ? നീ നന്നായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഷെയർ അബൌട്ട് എ ബുക്ക് ദറ്റ് ഐ ഹാഡ് റീഡ് റീസെൻ്റ്ലി. ഇപ്പോൾ അടുത്ത് ഞാൻ വായിച്ചൊരു ബുക്കിനെ പറ്റി നീയുമായി ഷെയർ ചെയ്യാനാണ് ഞാനിത് എഴുതുന്നത്. ഇറ്റ്സ് അബൌട്ട് ടോൾസ്റ്റോയ് ഫാം. ആൻഡ് ഇൻട്രസ്റ്റിംഗ് തിങ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ മഹാത്മാഗാന്ധി. അത് ടോൾസ്റ്റോയ് ഫാമാണ്. ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, അത് എഴുതിയത് മഹാത്മാഗാന്ധിജിയാണ്. ഐ അണ്ടർസ്റ്റാൻഡ് ദ റിയൽ മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ ത്രൂ ദിസ്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ റിയൽ മീനിങ് എന്താണെന്ന് എനിക്കിതിൽ നിന്ന് മനസ്സിലായി. ഇഫ് യു ഹാവ് എ ചാൻസ് ടു read this, you definitely want to read this. നിനക്കിത് വായിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ നീ എന്തായാലും ഇത് വായിക്കണം. എന്നിട്ട് നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് വരിക. Now I will share some important thing I had read in this book. ഈ ബുക്കിൽ വായിച്ച കുറച്ച് പ്രധാനമായ കാര്യങ്ങൾ ഞാൻ നീയുമായി ഷെയർ ചെയ്യാം.
Gandhiji said, by education, I mean an all round drawing out of the best in the child and man, body, mind, and spirit. ഒരു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾ റൗണ്ട് ഡ്രോയിങ് ആണ്, ഒരാളുടെ രൂപീകരണമാണ്. എങ്ങനെ? ബെസ്റ്റ് ഇൻ ദ ഒരു കുട്ടിയിലായാലും ഒരു വലിയ മനുഷ്യനിലായാലും ശരീരം കൊണ്ടും മൈൻഡ് കൊണ്ടും സ്പിരിറ്റ് കൊണ്ടും ആത്മാവ് കൊണ്ടും. ദിസ് ഈസ് ക്വൈറ്റ് ട്രൂ വിത്ത് ദ ലേണിംഗ് എക്സ്പീരിയൻസ് ഇൻ ദ ടോൾസ്റ്റോയ് ഫാം. ഇത് ടോൾസ്റ്റോയ് ഫാം വായിച്ചപ്പോൾ ആളുടെ എക്സ്പീരിയൻസ് ഒക്കെ വായിച്ചപ്പോൾ ഇത് കറക്റ്റാണ്. ദ പ്രിയോറിറ്റി ഇൻ ദ ഫാം വാസ് കൾച്ചർ ഓഫ് ദ ഹാർട്ട് ആൻഡ് ബിൽഡിംഗ് ഓഫ് ക്യാരക്ടർ. ഒരു ക്യാരക്ടർ ബിൽഡർ ചെയ്യുക അല്ലെങ്കിൽ ഒരു നല്ല മനസ്സുണ്ടാക്കുക, ഇതിലൊക്കെയായിരുന്നു ടോൾസ്റ്റോയ് ഫാമിൻ്റെ ഏറ്റവും കൂടുതൽ മുൻഗണന. അതാണ് പ്രയോറിറ്റിയുടെ മീനിങ്. മോറൽ ട്രെയിനിങ് വാസ് കോമൺ ദർ. എല്ലാവർക്കും നല്ല മോറൽ ആയിട്ടുള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാത്തിലും ഒരു സന്ദേശം ഉണ്ടാവും. കാലൻബച്ച് ആൻഡ് പ്രജീത് ദാസായി ഗേവ് ദ സ്റ്റുഡൻസ് ലിറ്റററി ട്രെയിനിങ്. പഠിപ്പിൻ്റെ കുറച്ച് നല്ല രീതിയിലുള്ള ട്രെയിനിങ്, വിദ്യാഭ്യാസത്തിന് ട്രെയിനിങ് കൊടുത്ത് ഇവർ രണ്ടാളായിരുന്നു. ട്രെയിനിങ് ഓഫ് ദ ബോഡി വാസ് ആൽസോ എസെൻഷ്യൽ. പഠിപ്പിന് മാത്രമല്ല ശരീരത്തിനും വേണം ഒരു ട്രെയിനിങ്ങും, അതും അവർ കൊടുത്തിരുന്നു. ദ വാസ് നോ സെർവൻസ്. എങ്ങനെയാണ് ഈ ട്രെയിനിങ് കൊടുത്തിരുന്നത്? അവിടെ വേലക്കാർ ആരുമില്ല, കുട്ടികൾ മാത്രം, പഠിക്കുന്ന ആൾക്കാർ മാത്രം. There were no servants in the farm and all the work was to be done by inmates. അവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവർക്കും ചെയ്തിരുന്നത്. കാലൻബച്ച് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ് ആൻഡ് ഹി ഹാഡ് സം എക്സ്പീരിയൻസ് ഇൻ ഇറ്റ്. അപ്പോൾ കാലൻബച്ച് എന്താണ്, ഗാർഡനിങ്ങിന് ഭയങ്കര ഫോണ്ട് എന്ന് പറഞ്ഞത് നല്ല ഇഷ്ടമുള്ളതാണ്, ലവ് ചെയ്യുന്നുണ്ട് ഗാർഡനിങ്. അതുമാത്രമല്ല അദ്ദേഹത്തിന് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. വെറുതെ ഗാർഡൻ പൂന്തോട്ടം നനയ്ക്കാനും പൂന്തോട്ടത്തിൽ ഓരോ ചെടികൾ വയ്ക്കാനും വെറുതെ അറിഞ്ഞാൽ പോരാ, അതിനൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ നല്ല കായ്ക്കനികൾ കിട്ടുള്ളൂ. ദോസ് ഹൂ വർ നോട്ട് ബിസി ഇൻ ദ കിച്ചൺ ഹാഡ് ടു ഹെൽപ്പ് ഇൻ ദ ഗാർഡൻ. ഗാർഡനിൽ ഇപ്പോൾ ആരും കിച്ചണിൽ എല്ലാവരും ബിസി അല്ലാത്ത ആൾക്കാരെല്ലാവരും എന്ത് വേണം, ഗാർഡനിൽ ഹെൽപ്പ് ചെയ്യണം. ചിൽഡ്രൻ ഹാപ്പിലി ഡിഡ് ദ ജോബ് ഓഫ് ഡിഗിങ് പിറ്റ്, കട്ടിങ് ട്രീസ് ആൻഡ് ലിഫ്റ്റിംഗ് ലോഡ്സ്. അപ്പോൾ ഈ ഗാർഡൻ എന്ന് വെച്ചാൽ പൂക്കൾ മാത്രമല്ല, വലിയ വലിയ ചെടികളൊക്കെ ഉണ്ട്, മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുട്ടികൾ ഡിഗിങ് പിറ്റ് എന്ന് പറഞ്ഞാൽ കുഴി കുഴിക്കുക, ട്രീസ് കട്ട് ചെയ്യുക, വലിയ വലിയ തടി കഷ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, ലിഫ്റ്റിംഗ് ലോഡ്സ്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. സം വർ നോട്ട് ഹാപ്പി ആൻഡ് ട്രൈ ടു അവോയ്ഡ് വർക്ക്. കുറേ ആൾക്കാർക്ക് ഈ പണിയെടുക്കാൻ ഇഷ്ടമല്ല, അപ്പോൾ അവരെന്താ ചെയ്യുക, ഈ വർക്കൊക്കെ അവരൊന്ന് അവോയ്ഡ് ചെയ്യും. ദേ വർ ആൽസോ ഗിവൺ ട്രെയിനിങ് ഇൻ ഷൂ മേക്കിംഗ് ആൻഡ് കാർപ്പൻട്രി. നമുക്കറിയാം മരപ്പണി, ഓരോ സാധനങ്ങൾ ഉണ്ടാക്കില്ലേ, ടേബിള് ചെയറൊക്കെ, അത് ഉണ്ടാക്കാനും ഷൂ മേക്ക് ചെയ്യുക, ഇതിലൊക്കെ അവർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നു. ദസ് ദ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ദ ഇൻമൈറ്റ് വർ ടേക്ക് കെയർ ഓഫ്. ശരീരം അതുപോലെ മൈൻഡ് അതൊക്കെ ഇവർ നല്ല രീതിയിൽ കൊണ്ടുപോയി. ഹെൽത്ത്, നല്ല എക്സസൈസ് എങ്ങനെ കിട്ടി, ഇതുപോലെ ഗാർഡനിൽ വർക്ക് ചെയ്യുമ്പോൾ. ജോലി വേണമെങ്കിൽ ഒരു ഷൂ മേക്കിംഗ് കാർപ്പൻട്രി ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അതല്ലാതെയും കുറച്ച് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. Those ideas of Gandhiji about education really inspired me a lot. And we need this type of education in our society. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഒരിക്കലും മടുക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനാണ് ഈ സൊസൈറ്റിയിൽ വേണ്ടത്. കാരണം എന്താ, ശരീരത്തിന് നല്ല ശരീരം കിട്ടുന്നുണ്ട്, നല്ല മൈൻഡ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു നമ്മൾ പറയില്ല ജോലിക്കുള്ള ആ ഒരു പഠിപ്പും കിട്ടുന്നുണ്ട്. വൺസ് അഗെയിൻ ഐ എം റെക്കമെൻഡിങ് യു ദിസ് ബുക്ക്, യു മസ്റ്റ് റീഡ് ദിസ് വൺ. അപ്പോൾ അടുത്തത് നിങ്ങൾ വൺസ് അഗെയിൻ തൊട്ട് അടുത്ത പാരഗ്രാഫായിട്ട് എഴുതണം കേട്ടോ. അത് പെട്ടെന്ന് ഒരു ലൈനിൽ പെട്ടതാണ്. വൺസ് അഗെയിൻ ഐ എം റെക്കമെൻഡിങ് യു ദിസ് ബുക്ക്, യു മസ്റ്റ് റീഡ് ദിസ് ബുക്ക്. അപ്പോൾ ഞാൻ ഒന്നും കൂടി നിനക്ക് വേണ്ടി ഈ ബുക്ക് റെക്കമെൻഡ് ചെയ്യാണ്, നീ എന്തായാലും ഈ ബുക്ക് വായിക്കണം. റിയലിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വൺ. ലെറ്റ് മീ കൺക്ലൂഡിങ് മൈ വേർഡ്സ്, കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ ഫാമിലി. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കമാണ്. എൻ്റെ എല്ലാ അന്വേഷണങ്ങളും നിൻ്റെ ഫാമിലിയെ നീ അറിയിക്കുക. ലവിങ്ലി സനു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു ലെറ്റർ എൻ്റെ ചെയ്യിപ്പിക്കണം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ലെറ്റർ എഴുതുക. ആ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. ഓക്കെ, 3 പാരഗ്രാഫായിട്ട് എഴുതണം. ഡേറ്റ് അതുപോലെ പ്ലേസ് എല്ലാം കൊടുക്കണം. Next question number 22. The Echo Club of your school is conducting a poster exhibition based on the topic drug abuse and its consequence. Prepare a notice informing everyone about the same and requesting his or her participation. അപ്പോൾ ഡ്രഗ് അബ്യൂസിൻ്റെയും അതിൻ്റെ കോൺസിക്വൻസ്, ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും, അതൊക്കെ വെച്ചിട്ട് ഒരു പോസ്റ്റർ എക്സിബിഷൻ നിങ്ങളുടെ സ്കൂളിൽ നടത്തുകയാണ്. അപ്പോൾ അതെല്ലാവരും ഇൻഫോം ചെയ്യാനായിട്ട് നോട്ടീസ് ക്രിയേറ്റ് ചെയ്യുക. സിമ്പിളാണല്ലോ. എന്ത് വേണം, ഒരു ഹെഡിങ് വേണം. നോട്ടീസ് എന്നുള്ളത് പുറമെ ഒരു ചെറിയ ഹെഡിങ് കൊടുക്കുക, അതിനുള്ളിലായിട്ട് ആ ഒരു സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ എന്താണ് അവിടെ ഉണ്ടാകുന്ന ഫംഗ്ഷൻ അത് നിങ്ങൾക്ക് കൊടുക്കാം. സ്കൂളിൻ്റെ പേരാണ് നമ്മൾ നോർമലി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എക്കോ ക്ലബ് ABC സ്കൂൾ, അവിടെ നിങ്ങൾ ഏത് സ്കൂൾ വേണമെങ്കിലും എഴുതാം. ഞാനിവിടെ തൃശ്ശൂരിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് സ്ഥലം. നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, വി ആർ ഡിസൈഡഡ്, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് എല്ലാ നോട്ടീസിലും നമ്മൾ കൊടുക്കുക കേട്ടോ. എല്ലാ നോട്ടീസിലും ഒരേ ഫോമാറ്റാണ്, ആ ടോപ്പിക്ക് മാത്രം ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് എഴുതുക, അത്രയേ ഉള്ളൂ. We are decided to conduct a poster exhibition in our school auditorium about the topic drug abuse and its consequence. ഞങ്ങൾ ഇങ്ങനെ ഒരു എക്സിബിഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എവിടെയാണ്? ഞങ്ങളുടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ. എന്ത് ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്? അബൌട്ട് ദ ടോപ്പിക് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസ്.
ഓൺ ഏതാണ് എന്നാണ് 21st December 2023. അവർ സ്റ്റേജ് ഈസ് ഇനൗഗ്രേറ്റഡ് ബൈ എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം നടത്തുന്നതാണ്. അവർ സ്റ്റേജ് ഈസ് ഇനൗഗ്രേറ്റഡ് ബൈ അഖിലേഷ് ആൻഡ് എൻവയോൺമെൻറ്റൽ ആക്ടിവിറ്റിസ്റ്റാണ്. ഇവിടെ നമുക്ക് ഓരോ ലൈനായിട്ട് തന്നെ ഡേറ്റും ടൈമും വെന്യൂ ഒക്കെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഡേറ്റ് ടൈം വെന്യൂ എന്ന് ഓരോ ലൈനിലായിട്ടും കൊടുക്കാം. ഒരു ലൈനിലായിട്ട് ഇങ്ങനെ നമ്മൾ പാരഗ്രാഫ് വൈസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇൻ അറ്റ് ടൈമിന് മുമ്പ് അറ്റ് കൊടുക്കും. പിന്നെ എവിടെയാണ് സ്ഥലം, അതിന് മുമ്പ് ഇൻ, ഓൺ ഡേറ്റ്, അതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ഇപ്പോൾ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഡേറ്റ്, 2 കോളൻ ഇട്ടിട്ട് Thursday 21 December 2022. ടൈം കൊടുത്തിട്ടുണ്ട്, വെന്യൂ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരാൾ ഇനൗഗ്രേഷൻ ഉണ്ടാവും, ഡേറ്റ് ഉണ്ടാവും, ടൈം ഉണ്ടാവും, സ്ഥലം ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ കൊടുക്കണം. പിന്നെ നമ്മൾ സ്ഥലം, ഡേറ്റ് താഴെ കൊടുക്കുന്നു. ആരാ ഇത് എഴുതുന്നത്? സെക്രട്ടറിയാണ്. എക്കോ ക്ലബ്ബാണ് നടത്തുന്നത്. അപ്പോൾ സെക്രട്ടറി ഓഫ് എക്കോ ക്ലബ്. താഴെ നിങ്ങൾ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് പ്രയർ, സ്പീച്ച് അങ്ങനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അത് ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. അതും കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് സുഖമായിട്ട് 5 മാർക്ക് കിട്ടും കേട്ടോ. നെക്സ്റ്റ് 23rd ക്വസ്റ്റ്യൻ ആണ്. ലിയാൻഡോ ഡികാപ്രിയോ മെയ്ഡ് ആൻ ഇംപ്രസീവ് സ്പീച്ച് ഓൺ ദ UN ക്ലൈമറ്റ് സ്പീച്ച് സമ്മിറ്റ്. യു were one of the reporter who attended the summit prepared the news report. അപ്പോൾ ഇത് നമ്മൾ വായിച്ചുള്ള ചാപ്റ്ററാണ് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ആൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പീച്ച് നടത്തുന്നുണ്ട്. ആരാണ് ലിയാനോഡോ? നമുക്കറിയാം ടൈറ്റാനിക്കിലെ നമ്മുടെ ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ക്ലൈമറ്റിനെ കുറിച്ച് നല്ല കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആൾ എന്താ ചെയ്യുന്നത്, അന്നൊരു സ്പീച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കേട്ടു. നമ്മളൊരു റിപ്പോർട്ടറാണ് ന്യൂസിൻ്റെ. അപ്പോൾ നമ്മളതൊരു ന്യൂസ് റിപ്പോർട്ടായിട്ട് എഴുതാണ്. ന്യൂസ് റിപ്പോർട്ടിന് എന്ത് വേണം, ഹെഡിങ് വേണം. അപ്പോൾ നൺ ഓഫ് ദിസ് ഈസ് റിയോട്രിക് ആൻഡ് നൺ ഓഫ് ഇറ്റ്സ് ഇസ് ഹിസ്റ്റേറിയ ലിയോണ്ടോ ഡിപ്പാക്കോ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിന് പറഞ്ഞൊരു വാചകമാണ് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, അതാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതെന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലിയോണ്ടോ ഡിക്കാപ്രിയോ സ്പീച്ച് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്, അങ്ങനെ എന്ത് വേണമെങ്കിലും ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് നിർബന്ധമാണ്. പിന്നെ നമ്മൾ സ്ഥലം, ഇവിടെ യുണൈറ്റഡ് നേഷനിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഡേറ്റും കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് വരിക. ആക്ടർ ലിയാൻഡോ ഡിക്കാപ്രിയോ ഹാസ് ബീൻ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് വോയിസ് അഗൈൻസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച്. നമുക്കറിയാം കാലാവസ്ഥയുടെ ആ ഒരു മാറ്റത്തിനെതിരെ സംസാരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. ഹിസ് സ്പീച്ച് അറ്റ് ദ ക്ലൈമറ്റ് സമ്മിറ്റ് 2014 റിസോണേറ്റ് ഈവൻ ടിൽ ടുഡേ ആസ് ദ ത്രെറ്റ് ഓഫ് ലൂസിങ് അവർ എക്കോസിസ്റ്റം ടു ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ഓൺലി ഗെറ്റിംഗ് ബിഗർ. അപ്പോൾ നമ്മുടെ എക്കോസിസ്റ്റത്തിന് ഭീഷണിയായിട്ടുള്ള ഒന്നാണ് എന്ത്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ദ ആക്ടർ ഹു വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ യുണൈറ്റഡ് നേഷൻ മെസ്സഞ്ചർ ഓഫ് പീസ് സെഡ്, ആസ് ആൻ ആക്ടർ ഐ pretend for a living. I play fictitious character of often solving fictitious problem. ഫിക്റ്റീഷ്യസ് എന്ന് പറഞ്ഞില്ല, എന്താ, സാങ്കല്പിക കഥാപാത്രം. അപ്പോൾ അദ്ദേഹം ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ് കേട്ടോ. ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ നിങ്ങളെപ്പോഴും എന്ത് ചോദിച്ചാലും ചാപ്റ്ററിൽ നിന്ന് എഴുതാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അത് 2 ക്വാർട്ടറിൻ്റെ ഉള്ളിലൊക്കെ എഴുതുക. ആസ് ആൻ ആക്ടർ, ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഐ പ്രിട്ടൻഡ് ഫോർ എ ലിവിങ്, ഞാൻ എന്താണ്, ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ആക്ട് ചെയ്യുന്നത്. പ്രിട്ടൻഡ് എന്ന് വെച്ചാൽ എന്താ, അഭിനയിക്കുന്നത്. ഐ പ്ലേ ഫിക്റ്റീഷ്യസ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ സാങ്കല്പികമായ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. ഓഫൺ സോൾവിങ് ഫിക്റ്റീഷ്യസ് പ്രോബ്ലം, അതിലൊക്കെ സാങ്കല്പികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സോൾവ് ചെയ്യുന്നത്. ടൈറ്റാനിക് തന്നെ എടുത്തു നോക്കിയേ. അപ്പോൾ അതുണ്ടായ ഒരു സംഭവമാണെങ്കിലും അദ്ദേഹം അവിടെ അഭിനയിക്കുകയാണ്. ഓക്കെ, അത് സാങ്കല്പികമായിട്ടാണ് ആൾ അവിടെ അഭിനയിക്കുന്നത്. ഹി സെഡ് ആൻഡ് ദെൻ ആഡഡ്. അപ്പോൾ ഇതൊക്കെ ആൾ പറഞ്ഞതിന് ശേഷം ഇത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഈ ഒരു ലൈൻ എന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. I believe humankind has looked at climate change in that same way as if it were a fiction. അപ്പം ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് നമ്മുടെ മനുഷ്യർ ക്ലൈമറ്റിൽ ഓരോ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ഒരു ദിവസം മഴയാണെങ്കിൽ ഒരു ദിവസം വെയിൽ, മഴക്കാലത്ത് വെയിൽ, വെയിൽക്കാലത്ത് മഴ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ആൾക്കാർ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഐ ബിലീവ് ഹ്യൂമൻ കൈൻഡ് വാസ് ലുക്ക്ഡ് അറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഇൻ ദാറ്റ് വേ. ആൾക്കാർ ഒരു സാങ്കല്പികമായിട്ടും ആസ് ഇഫ് ഇറ്റ് വെയർ എ ഫിക്ഷൻ, ഇതൊരു സാങ്കല്പികമായ ഒന്നാണ്, ഈ മഴയും വെയിലും എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ഇതിനെ കാണുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹാപ്പനിങ് ടു സംവൺ എൽസ് പ്ലാനറ്റ്, വേറെ ഏതോ ഗ്രഹത്തിൽ നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് ആൾക്കാർ കരുതുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ആസ് ഇഫ് പ്രിറ്റൻഡിങ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് വാസ് ഇൻ റിയൽ വുഡ് സംഹൗ മേക്ക് ഇറ്റ് ഗോ എവേ. പക്ഷേ പ്രിറ്റൻഡിങ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് വാസ് ഇൻ റിയൽ, ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് റിയൽ അല്ല, ഇത് എന്തെങ്കിലുമൊക്കെ ഇത് മാറി മറിയും എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കാണുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ പറഞ്ഞൊരു കാര്യം നമ്മൾ നമ്മുടെ ന്യൂസിലേക്ക് എഴുതുകയാണ് കേട്ടോ. ഇങ്ങനെ ആൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, നൺ ഓഫ് ദിസ് ഈസ് റിയോട്രിക് ആൻഡ് നൺ ഓഫ് ഇറ്റ്സ് ഹിസ്റ്റേറിയ, ഇറ്റ്സ് എ ഫാക്ട്. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ദി സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി നോസ് ഇറ്റ്, ഇൻഡസ്ട്രി. ഇനി നമ്മൾ പറയുകയാണത് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി സയൻറ്റിഫിക്കിലെ ആൾക്കാർക്കൊക്കെ അറിയാം, ഇൻഡസ്ട്രി ആൻഡ് ഗവൺമെൻറ് നോ ഇറ്റ്, എല്ലാ ഗവൺമെൻറ്റിനും വരെ അറിയാം ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിനെ തന്നെ വിഴുങ്ങാൻ പറ്റുന്ന ഒരു ചേഞ്ചാണ്. ഈവൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിലിറ്ററി നോസ് ഇറ്റ്. ദ ചീഫ് ഓഫ് ദി US നേവീസ് പസഫിക് കമാൻഡ് അഡ്മിറൽ സാമുവൽ ലോക്ലർ. അപ്പോൾ നമ്മൾ അന്നുണ്ടായിരുന്ന ആൾക്കാരുടെ പേരൊക്കെ ജസ്റ്റ് കൊടുത്തു. അത് നിങ്ങൾക്ക് യൂഷ്വൽ മീൻസ് എന്താ പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനാണ്, വേണമെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കണ്ട ആൾക്കാരുടെ പേരൊക്കെ.
റീസെൻ്റ്ലി സെഡ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് എ സിംഗിൾ ഗ്രേറ്റസ്റ്റ് സെക്യൂരിറ്റി ത്രെറ്റ്. നമ്മുടെ ലൈഫിൻ്റെ ഒരു വലിയ ഭീഷണിയാണ് ക്ലൈമറ്റ് ചേഞ്ച്. അത് നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ദ ഗ്രേറ്റസ്റ്റ് സെക്യൂരിറ്റി ത്രെറ്റ്. അങ്ങനെ നിങ്ങൾ എഴുതി വയ്ക്കാം. ഓക്കെ, ഒരു വലിയ ഭീഷണിയാണ്. എന്തിന്? നമ്മുടെ ആ സെക്യൂരിറ്റിക്ക്, സംരക്ഷണത്തിന്. ദ ആക്ടർ സെഡ്, ഇതാണ് ആ ആക്ടർ പറഞ്ഞത്. അപ്പോൾ ആക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയിട്ട് അപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പറിൽ ഹി ആൾസോ അർജ്ഡ് ടു ടേക്ക് സ്റ്റോക്ക് ഓഫ് ദി സിറ്റുവേഷൻ റൈറ്റ് നൗ. ഐ ആം നോട്ട് എ സയൻറ്റിസ്റ്റ്. അതിൻ്റെ ഒപ്പം ആൾ എന്ത് പറഞ്ഞു? ഞാനൊരു സയൻറ്റിസ്റ്റ് ഒന്നല്ല, ബട്ട് ഐ ഡോണ്ട് നീഡ് ടു ബി. എനിക്കൊരു സയൻറ്റിസ്റ്റ് ആവും വേണ്ട. ബിക്കോസ് ദ വേർഡ് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഹാസ് സ്പോക്കൺ ആൻഡ് ദേ ഹാവ് ഗിവൺ അസ് അവർ പ്രൊഗോൺസിസ്. If we do not act together, we will surely perish. പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ലൈനിൽ വരുന്നുണ്ടല്ലോ, അത് പ്രവചനം എന്നാണ് മീനിങ്. പെരിഷ് എന്ന് പറഞ്ഞാൽ നശിക്കുക. അപ്പോൾ എന്താ പറയുന്നത്? ബിക്കോസ് ദ വേൾഡ് സയൻറ്റിസ്റ്റ് കമ്മ്യൂണിറ്റി ഹാസ് സ്പോക്കൺ. ഈ സയൻറ്റിസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് അറിയാം. ദേ ഹാവ് ഗിവൺ അസ് വൺ പ്രോഗ്നോസിസ്. പ്രോഗ്നോസിസ് എന്ന് വെച്ചാൽ അവർ നമുക്കൊരു പ്രവചനം തന്നിട്ടുണ്ട്. ഇഫ് വി ഡു നോട്ട് ആക്ട് ടുഗദർ, നമ്മളിതിനെതിരെ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങിയില്ലെങ്കിൽ വി വിൽ ഷുവർലി പെരിഷ്. നമ്മൾ എന്ത് ചെയ്യും? നശിച്ചു പോവും. ഹി അസേർട്ടഡ്. അതും ആളെന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞ് നമ്മളെ ന്യൂസ് അവസാനിപ്പിക്കുക. ഇതിലപ്പോൾ അയാൾ പറഞ്ഞ അയാളുടെ ഒരു സ്പീച്ചാണ് നമ്മൾ ഈ ന്യൂസ് പേപ്പറിൽ പറയേണ്ടത്. അപ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അതുപോലെ തന്നെ കൊടുത്തു. പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ നിർത്തണം കേട്ടോ. ഒരുപാടൊന്നും ന്യൂസ് പേപ്പറിൽ എഴുതേണ്ട ആവശ്യമില്ല. നമുക്കറിയാം നമുക്ക് വേണ്ട കാര്യം എന്താണ്, അതാണ് നമ്മൾ ന്യൂസ് പേപ്പറിൽ കൊടുക്കുക. എപ്പോഴും അത് എഴുതുമ്പോൾ ചാപ്റ്റർ എന്താണെന്ന് അറിയണം. ഇത് മുഴുവൻ പഠിക്കണം എന്നല്ല, 2-3 പോയിൻറ്റ്സെങ്കിലും നിങ്ങൾ പഠിച്ച് വയ്ക്കുക. പിന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24th one. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഖലീൽ ഗിബ്രാൻ യൂസിങ് ദ ഫോളോയിങ് ഹിൻസ്. ഖലീൽ ഗിബ്രാനെ കുറിച്ച് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനാണ്. സിമ്പിളാണല്ലോ. പ്രൊഫൈൽ ക്രിയേഷൻ നമുക്കറിയാം. അതിൻ്റെ ആ മെത്തേഡ് അറിഞ്ഞു വെച്ചാൽ നമുക്ക് എല്ലാം പറ്റും. ഇൻ, ഓൺ, അറ്റ് അതൊക്കെ വെച്ചിട്ട് ഇതൊരു പാരഗ്രാഫാക്കി മാറ്റുക. എങ്ങനെയാണെന്ന് നോക്കാമല്ലോ. ഖലീൽ ഗിബ്രാൻ, നമ്മൾ ആദ്യം ഒരു ഹെഡിങ് പ്രൊഫൈലിന് കൊടുക്കണമല്ലോ, അത് കൊടുത്തു. ഖലീൽ ഗിബ്രാൻ വാസ് എ ലെബനീസ് അമേരിക്കൻ റൈറ്റർ, പോയറ്റ്, വിഷ്വൽ ആർട്ടിസ്റ്റ് ആൻഡ് ഹി വാസ് ആൽസോ കൺസിഡർഡ് ആസ് എ ഫിലോസഫർ. ഇതൊക്കെ ആ പ്രൊഫൈലിൽ തന്നിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു ലെബനീസ് അമേരിക്കൻ റൈറ്ററാണ്, പോയറ്റാണ്, വിഷ്വൽ ആർട്ടിസ്റ്റാണ് ആൻഡ് ഹി വാസ് ആൽസോ കൺസിഡർഡ് ആസ് എ ഫിലോസഫർ. പിന്നെ നമുക്കറിയാം നമ്മളൊരു പ്രൊഫൈൽ എഴുതുമ്പോൾ പാസ്റ്റ് ടെൻസിലാണ് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈസ് അല്ല വാസാണ് യൂസ് ചെയ്യുക. പിന്നെ ഹി വാസ് ബോൺ ഓൺ January 5, 1883. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇപ്പോഴും എല്ലാ പ്രൊഫൈൽ പറയുമ്പോഴും ഇത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഇയർ മാത്രമേ തന്നിട്ടുള്ളൂ. ഹി വാസ് ബോൺ ഇൻ 1996 അല്ലെങ്കിൽ 1883. അങ്ങനെ ഒരു ഇയർ മാത്രം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്യും. ഡേറ്റ്, മന്ത്, ഇയർ ഇത് മൂന്നും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് മുൻപ് ഓൺ ആണ് യൂസ് ചെയ്യുക കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഹി വാസ് ബോൺ ഓൺ January 5, 1883. 1883 മാത്രമാണ് പ്രൊഫൈലിൽ തന്നിട്ടുള്ളത് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ എഴുതുക? ഹി വാസ് ബോൺ ഇൻ 1883 ഇൻ ലെബണൻ. അപ്പോൾ ഇവിടെ നമ്മൾ ആൾ ലെബണൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാണ് തൃശ്ശൂർ, കേരള, അങ്ങനെ 2 സ്ഥലങ്ങൾ വെച്ചാൽ കേരളത്തിൽ തൃശ്ശൂർ. ഇപ്പോൾ നമ്മൾ പുന്നയൂർക്കുളം, അത് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലാണ്ടോ. പുന്നയൂർക്കുളം, തൃശ്ശൂർ, കേരളത്തിലെ തൃശ്ശൂരിലെ പുന്നയൂർക്കുളത്താണ് ഒരാൾ ജനിച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്താ പറയാമെന്നറിയും? അപ്പോൾ നമ്മൾ അറ്റ് പുന്നയൂർക്കുളം, തൃശ്ശൂർ, ഇൻ കേരള, അറ്റും ഇന്നും യൂസ് ചെയ്യും. ഇവിടെ നമുക്ക് ഒരു സ്ഥലം മാത്രമേ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഇൻ ലെബണൻ എന്ന് പറഞ്ഞു. സപ്പോസ് നിങ്ങൾക്ക് തരുന്ന പ്രൊഫൈലിൽ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇവിടെ അങ്ങനെ ഒരു 3 സ്ഥലങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 2 സ്ഥലങ്ങളുടെ മുൻപായിട്ട് നമ്മൾ എന്ത് വയ്ക്കണം? അറ്റ് വയ്ക്കണം. 3ാമത്തെ വലിയ സ്ഥലത്തിന് മുൻപായിട്ട് നമ്മൾ ഇന്ന് വയ്ക്കണം. ക്ലിയർ ആയല്ലോ? ഇനി ഹിസ് ഫേമസ് വർക്ക്സ് ആർ. ഇവിടെ വർക്ക്സ് നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആർ എന്ന് കൊടുത്തു. ഒരു വർക്ക് മാത്രമാണ് പ്രൊഫൈലിൽ തന്നിട്ടുള്ളെങ്കിൽ ഹിസ് ഫേമസ് വർക്ക് ഈസ് എന്ന് നമ്മൾ കൊടുക്കും. മനസ്സിലായല്ലോ? ആർ, പ്രൊഫറ്റ് ആൻഡ് ബ്രോക്കൺ വിങ്സ്. ഹിസ് വർക്ക്സ് ആർ മെയിൻലി ഫോക്കസ്ഡ് ഓൺ എ തീം ലൈക്ക് ലവ്, ഡെത്ത്, നേച്ചർ. ഇതൊക്കെ പ്രൊഫൈലിൽ തന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു സെൻറ്റൻസ് ആയിട്ട് എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഇനി ഖലീൽ ഗിബ്രാൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫ്രെഡറിക് നെറ്റ്സ് ആൻഡ് വില്യം ബ്ലേക്ക്. ഹി ഡൈഡ് ഓൺ. ഇനി ഇതാ അടുത്തത്, നമ്മൾ മരിച്ചു എന്ന് പറയുമ്പോൾ ഡൈഡ് പാസ്റ്റ് ടെൻസ് ആണല്ലോ. ഇനി ഇവിടെയും ഇയർ മാത്രമല്ല തന്നിരിക്കുന്നത്, മന്ത്, ഡേറ്റ്, ഇയർ. അപ്പോൾ നമ്മൾ ഓൺ April 10, 1931. എവിടെയാണ് സ്ഥലം? ഇൻ ന്യൂയോർക്ക്. ഒരു സ്ഥലത്താണ് തന്നിരിക്കുന്നത്. കുറേ സ്ഥലങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പുന്നയൂർക്കുളം, തൃശ്ശൂർ, കേരള. അങ്ങനെയാണെങ്കിൽ അറ്റ് പുന്നയൂർക്കുളം, തൃശ്ശൂർ, ഇൻ കേരള അങ്ങനെ നമ്മൾ കൊടുക്കും. 25th ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്യാരക്ടർ സ്കെച്ചാണ്. നമുക്കറിയാം ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത്. സാഗർ ഇൻ ദ പ്ലേ ലിസൺ ടു ദ മൗണ്ടൈൻ ഈസ് എ ഷെയർഡ് ബിൽഡിംഗ് കണ്ടക്ടർ ഹു ഹോൾഡ് ദ വില്ലേജേഴ്സ് ഇൻ കണ്ടംപ്റ്റ് ആൻഡ് ഹാസ് ഇൻറ്റൻസ് ഡിസ്റിഗാർഡഡ് ഫോർ ദ എൻവയോൺമെൻറ്റ്. പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് സാഗർ. സാഗർ ആരാന്ന് നമുക്കറിയാം, ചാപ്റ്റർ വായിച്ച ആൾക്കാർക്ക് അറിയാം. ലിസൺ ടു ദ മൗണ്ടൈനിൽ സാഗറിൻ്റെ കഥാപാത്രം എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ ആ ചാപ്റ്ററിൻ്റെ പേര് തന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ചാപ്റ്ററിൻ്റെ പേര്, അത്
അതിലെ ഏതൊക്കെയാണ് കഥാപാത്രം വരുന്നത്, എന്താണ് ആ ചാപ്റ്ററിൻ്റെ ഉള്ളടക്കം, ഇതറിഞ്ഞാൽ മാത്രമേ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ സാഗറിനെ പറ്റി എഴുതുമ്പോൾ സാഗറിൻ്റെ കാര്യം നമുക്ക് നോക്കാം. സാഗർ ഈസ് ആൻ ഡോമിനൻ്റ് എന്ന് പറയാം, പ്രോമിനൻ്റ് എന്ന് പറയാം, ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. ഇതിൻ്റെ മൂന്നെണ്ണത്തിൻ്റെ അർത്ഥം പ്രധാന ക്യാരക്ടറാണെന്നാ. സാഗർ ഈസ് ആൻ ഡോമിനൻ്റ്, പ്രോമിനൻ്റ്, ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ ഓഫ് ദ പ്ലേ. ഏതിലാണ് ലിസൺ ടു ദ മൗണ്ടൈൻ. He is the building contractor of Mr. Dixit, who is going to build a multi-storied hotel at ധർമ്മഗിരി. അദ്ദേഹം ആരാണ് അപ്പോൾ? ഡിക്സിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. ഓക്കെ, ഈ ഒരു ഡിക്സിറ്റ് നമുക്കറിയാം ആരാണ്, ഈ ഹോട്ടലിൻ്റെ ധർമ്മഗിരിയിലെ ഹോട്ടൽ ബിൽഡ് ചെയ്യാൻ പോകുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ടറാണ് സാഗർ. ഇതൊക്കെ നമുക്ക് ചാപ്റ്ററിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എഴുതി കണ്ടാൽ നിങ്ങളുടെ ആ ഒരു ചെക്ക് ചെയ്യണം, വാല്യൂ ചെയ്യുന്ന ടീച്ചർക്ക് മനസ്സിലാവും നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മാർക്ക് അവിടെ വീഴും. ഹീ ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ മോഡേൺ മാൻ ഹു ലുക്സ് ഡൗൺ അപ്പോൺ ദ വില്ലേജേഴ്സിൻ്റെ നേർക്ക് എല്ലാം എന്താ പറയുക, മോഡേൺ ആയിട്ടുള്ള രീതിയിൽ തിങ്ക് ചെയ്യുന്ന ഒരു മോഡേൺ മാനാണ് നമ്മുടെ സാഗർ. ദാറ്റ് വാട്ട് ഹി ലൈക്സ്. അത് തന്നെയാണ് ആൾക്ക് ഇഷ്ടം. പുരോഗമനമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇഷ്ടം. ഹി ഡസൻ ലൈക്ക് വില്ലേജ് ലൈഫ്. അദ്ദേഹത്തിന് വില്ലേജിലുള്ള ലൈഫ് ഒന്നും ഇഷ്ടമല്ല. അക്കോർഡിംഗ് ടു ഹിം എവറിത്തിങ് ഹാസ് ബിക്കം സോ ഈസി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെഷീനറീസ് ഉണ്ടെങ്കിൽ എല്ലാം ഈസി ആയിട്ട് ചെയ്യാം. ഇതാണ് ആളുടെ ഒരു കോൺസെപ്റ്റ്. അതല്ലാതെ വില്ലേജേഴ്സിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാനോ അവരുടെ ഓരോ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും സാഗറിന് ഇഷ്ടമല്ല. Sagar considers the serene beauty of the village and the value as only to attract the tourist. ടൂറിസ്റ്റുകൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ മാത്രമാണ് ഈ ഒരു വില്ലേജിൻ്റെ ഭംഗിയെല്ലാം എന്നാണ് ആളുടെ ഒരു കോൺസെപ്റ്റ്. അല്ലാതെ വില്ലേജിനെ കൊണ്ട് ഒരു ഉപകാരമില്ല, അങ്ങനെയാണ് ആൾ വിചാരിക്കുന്നത്. ഹി ഗീവ്സ് ലെസ് കെയർ ടു ദ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഓഫ് ദ വില്ലേജേഴ്സ്. വില്ലേജിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്നേഹം, സിമ്പതി, കരുണ, ഇതൊക്കെ ആൾക്ക് എന്താണ് ചെറുതായിട്ടാണോ, ലെസ് കെയർ, അധികം ആൾ ഗൗനിക്കുന്നില്ല. ഈവൻ ദ വർക്കേഴ്സ് ആർ ലൈക്ക് റാറ്റ് ഫോർ ഹിം. എന്തിനു പറയണു, ആളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് വരെ എലികളായിട്ടാണ് ആൾ താരതമ്യം ചെയ്യുന്നത്. ഹി ഡസ് നോട്ട് ബോദർ അബൌട്ട് ദ ഏജ് ഓൾഡ് ബിലീഫ് ഓഫ് ദ വില്ലേജേഴ്സ് ടു. അദ്ദേഹം എന്താണ് ബോദർ ചെയ്യുന്നില്ല അബൌട്ട് ദ ഏജ് ഓൾഡ് ബിലീഫ് എന്ന് പറയുമ്പോൾ എന്താ, കൊല്ലങ്ങളായിട്ട് അവർ വിശ്വസിക്കുന്ന ഓരോ കാര്യത്തിൽ പോലും ആൾ ബോദർ ആവണമെന്നില്ല. എക്സാമ്പിൾ എന്താ, ധർമ്മഗിരിയിൽ 300 ഫീറ്റാണ് നമ്മുടെ എന്തുള്ളത്, ടെമ്പിൾ ഉള്ളത്, ധർമ്മഗിരി ടെമ്പിൾ. അതിന് മുകളിൽ ടോളായിട്ടുള്ളത് ഒന്നും ധർമ്മഗിരിയിൽ പണിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് അവരുടെ വിശ്വാസമാണ്, അതൊന്നും ഗൗനിക്കുന്നില്ല. ഇതാണ് സാഗറിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. നെക്സ്റ്റ് ഇത് 26 തൊട്ട് 30 വരെയുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് എന്താണ്, ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് നോക്കി ആൻസർ എഴുതാം. അപ്പോൾ ഇവിടെ ഇതുപോലെ നിങ്ങൾക്ക് വരും കേട്ടോ. ആ ടേബിളിലുള്ള നോക്കി കറക്റ്റായിട്ട് വായിച്ച് ആൻസർ എഴുതിക്കോളൂ. വെറുതെ 5 മാർക്ക് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, ചിലപ്പോൾ ഗ്രാമർ സെക്ഷനിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവിടെ പോകുന്ന മാർക്കൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ ദ പ്രൊഡക്ഷൻ ഹൗസ് ദാറ്റ് ലോഞ്ച്ഡ് ദ മൂവി ലോസ്റ്റ് ഹൊറിസൺ എന്ന് പറഞ്ഞ മൂവി ലോഞ്ച് ചെയ്ത പ്രൊഡക്ഷൻ ഹൗസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കോ, ലോസ്റ്റ് ഹൊറിസൻ്റെ അവിടെ കൊളംബിയ. കണ്ടില്ല, ഇങ്ങനെ നോക്കി എഴുതുക വേണ്ട ആൻസേഴ്സ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടല്ലോ, നിങ്ങളത് നോക്കിയിട്ട് ആൻസർ ചെയ്യலாம். നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 31. റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ആദ്യം കോൺവെർസേഷൻ വായിക്കുക, എന്നിട്ട് ആ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുക. കാണുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും, കോൺവെർസേഷൻ്റെ ബാക്കിയുള്ളത് നിങ്ങൾ എഴുതി വയ്ക്കും. അങ്ങനെയല്ല ഈ ക്വസ്റ്റ്യൻ. കോൺവെർസേഷൻ തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് നമ്മൾ അതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുക ചെയ്യുക. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ നമ്മൾ 9th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചുള്ള ഒരു കാര്യമാണ് കേട്ടോ. റിപ്പോർട്ടഡ് സ്പീച്ചിന് ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയാണ്, ഞാനിങ്ങനെ വണ്ടിയിൽ നിന്ന് ജസ്റ്റ് വീണു, എനിക്ക് ചെറുതായിട്ട് എൻ്റെ കാലുമൊക്കെ മുറിവ് പറ്റി എന്ന്
പറയുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ തേർഡ് പേഴ്സണോട് പറയും, വേറൊരാളോട് പറയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വീണു, അവളുടെ കാലിന് മുറിവ് പറ്റി. അപ്പോൾ അവൾ പറയുന്നത് എങ്ങനെയാണ്, എൻ്റെ കാലിന് മുറിവ് പറ്റി എന്നുള്ളത് നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ അവളുടെ കാലിന് മുറിവ് പറ്റി. അപ്പോൾ ഹീ ഷീ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുക. ഓക്കെ, ഇതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. നമ്മൾ ഈ ഒരു കാര്യം വന്ന് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മളിങ്ങനെ ആസ്ക്ഡ്, റിപ്ലൈഡ് ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക അതിൽ കൂടുതലായിട്ട് കേട്ടോ. അപ്പോൾ രമണ വിൽ ദ ലാബേഴ്സ് സ്റ്റേ. അപ്പോൾ രമണ ചോദിക്കുകയാണ് എവിടെയാണ് ലാബേഴ്സ് നിൽക്കുക. അപ്പോൾ നമ്മളത് കേട്ടു, അത് ഇനി നമ്മൾ എഴുതാൻ പോവുക, അല്ലെങ്കിൽ നമ്മളത് തേർഡ് പേഴ്സണോട് പറയാൻ പോവുക. രമണ ആസ്ക്ഡ്, കണ്ടോ, രമണ ആസ്ക്ഡ്. രമണ എന്താ ചോദിച്ചത്, സാഗർ വുഡ് ദ ലാബേഴ്സ് സ്റ്റേ. സാഗർ എവിടെയാണ് ആ ലാബേഴ്സ് നിൽക്കുക എന്ന് ചോദിച്ചു. സാഗർ റിപ്ലൈ. അപ്പോൾ സാഗർ എന്താ പറയുന്നത്, വി വിൽ പുട്ട് അപ്പ് ടെമ്പററി ഡ്വെല്ലിംഗ് ഫോർ ദം അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹിൽ. ഹില്ലിൻ്റെ മുകളിലായിട്ട് ചെറിയ കൂടാരങ്ങൾ ഞങ്ങൾ പണിഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മൾ പറയുകയാണ് സാഗർ റിപ്ലൈഡ് ദാറ്റ്. സാഗർ റിപ്ലൈ ചെയ്തു. ദാറ്റ് എന്നുള്ള യൂസ് ആണ് കേട്ടോ. രമണ ആസ്ക്ഡ്, അവിടെ ദാറ്റ് വേണ്ട, റിപ്ലൈഡ് വരുമ്പോൾ ദാറ്റ് വേണം. സാഗർ റിപ്ലൈഡ് ദാറ്റ് ദേ വുഡ്. ആ വി ഉള്ളത് എന്തായി, ദേ ആയിട്ട് മാറി. ദേ വുഡ് പുട്ട് അപ്പ് ടെമ്പററി ഡ്വെല്ലിങ്സ് ഫോർ ദം അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹിൽ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ എഴുതി വയ്ക്കുന്നത്. ആ വിൽ എന്നുള്ളത് എന്തായി, വുഡ് ആയിട്ട് മാറി. വി എന്നുള്ളത് ദേ ആയിട്ട് മാറി. ബാക്കിയൊക്കെ അതുപോലെ. ക്ലിയർ ആയല്ലോ. ഇത് നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ആസ്ക്ഡ്, റിപ്ലൈഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും അതിൽ ഉൾപ്പെടുത്തണം, എന്നാലാണ് അത് റിപ്പോർട്ടഡ് സ്പീച്ച് ആവുള്ളൂ. നെക്സ്റ്റ്, എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. നമുക്കറിയാം, എഡിറ്റ് ചെയ്യാനൊക്കെ നമുക്കറിയാം. വി നീഡ് ടു പുട്ട് എ പ്രൈസ് ടാഗ് ഓൺ കാർബൺ എമിഷൻ ആൻഡ് എലിമിനേറ്റ് ഗവൺമെൻറ് സബ്സിഡീസ് ഫോർ കോൾ, ഗ്യാസ് ആൻഡ് ഓയിൽ കമ്പനി. ഇവിടെ എന്താണ് വ്യത്യാസം, എമീഷൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, 2 S വേണം. കമ്പനി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ കമ്പനി അല്ല. കാരണം എന്താ നോക്കി, എമിഷൻസ് ആൻഡ് എലിമിനേറ്റ് ഗവൺമെൻറ് സബ്സിഡീസ് ഫോർ കോൾ, ഗ്യാസ് ആൻഡ് ഓയിൽ കമ്പനീസ്. അപ്പോൾ കോള്, ഗ്യാസ്, ഓയിൽ ഇത് 3 വരുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പനി അല്ല, കമ്പനീസ് എന്ന് എഴുതുക. അപ്പോൾ നമ്മൾ ആ സ്പെല്ലിംഗ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത്, വി നീഡ് ടു എൻറ്റർ ദ ഫ്രീ റൈറ്റ് ദാറ്റ് ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടേഴ്സ് ഹാവ് ബീൻ ഗിവൺ ഇൻ നെയിം ഓഫ് ദ ഫ്രീ മാർക്കറ്റ് കമ്പനി. എൻറ്റഡ് എന്നല്ല, എൻഡ്. വി നീഡ് ടു എൻഡ്. എൻറ്റഡ് എന്ന് പറയേണ്ട ആവശ്യം നമുക്ക് അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ എൻഡ് എന്ന്, വി നീഡ് ടു എൻഡ്, നമുക്കത് നിർത്തേണ്ടതാണ്, അതിനൊരു അറുതി വരുത്തേണ്ടതാണ്. അല്ലാണ്ട് കഴിഞ്ഞ കാര്യമല്ല, ഇനി വരാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ എൻറ്റഡ് ED ചേർത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ ED ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറയാണ് വി നീഡ്, നമുക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിട്ട് മാറി അതിൽ, വി നീഡ് എൻഡ് ദ ഫ്രീ റൈറ്റ് ദാറ്റ് ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടേഴ്സ് ഹാവ് ബീൻ ഗിവൺ. അപ്പോൾ എൻഡ് എന്നാക്കി. നെയിം ഓഫ് ദ എ ഫ്രീ മാർക്കറ്റ് കമ്പനി. നെയിം ഓഫ് ദ എ ഫ്രീ അങ്ങനെയാണോ പറയുക, അല്ല, നെയിം ഓഫ് എ ആണ് വരിക. ഓഫ് ദി എ, ദിയും എയും ഒരുമിച്ച് വരില്ല. അപ്പോൾ നെയിം ഓഫ് എ ഫ്രീ മാർക്കറ്റ് എക്കണോമി അത്ര മതി. ദേ ഡോണ്ട് ഡിസേർവ് അവർ ടാക്സ് ഡോളേഴ്സ്, ദേ ഡിസേർവിങ് അവർ സ്ക്രൂട്ടനിങ്. ദേ ഡോണ്ട് ഡിസേർവ് അവർ ടാക്സ് ഡോളേഴ്സ്, നമ്മുടെ ടാക്സ് അവർക്ക് ആവശ്യമില്ല. ദേ ഡിസേർവിങ് അവർ സ്ക്രൂട്ടനി. അപ്പോൾ ഡിസേർവിങ് വരില്ല, കാരണം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല, ഡിസേർവ് വരുള്ളൂ. ഓക്കെ, ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, നമ്മൾ ടെക്സ്റ്റൊക്കെ നന്നായി വായിച്ച് പോകുമ്പോഴാണ് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് അറിയാം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രേസൽ വേർഡ്സ് വെച്ചിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്ത വാക്കുകളൊന്ന് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ബ്രാക്കറ്റിലുള്ള ഓരോ വാക്കിൻ്റെ മീനിങ്ങും നമുക്ക് പറയാം. ഇത് ഓൾറെഡി നമുക്ക് പഠിക്കാനുള്ള പോർഷനാണ്, നമ്മൾ ആക്ടിവിറ്റി സെക്ഷനിൽ ഗ്രാമർ സെക്ഷൻസ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ടുക്കപ്പ് എന്ന് പറഞ്ഞാൽ എടുക്കുക, പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ സഹിക്കുക, നമ്മൾ സഹിക്കി നിൽക്കുകയാണ് അങ്ങനെയൊക്കെ പറയുന്നത്. മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഉറപ്പിക്കുക, മനസ്സിൽ ഉറപ്പിച്ചു എന്ന് പറയും. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഉപേക്ഷിക്കുക. അപ്പോൾ വേർഡ്സിൻ്റെ മീനിങ് ഒക്കെ കിട്ടിയല്ലോ. ഇനി നമുക്കിത് ഏതൊക്കെ ഭാഗത്താണ് വരിക എന്ന് നോക്കാം. ഗാന്ധിജി അണ്ടർടുക്ക് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ട്രെയിനിങ് ഓഫ് ദ യങ് ഓൺ ദ ടോൾസ്റ്റോയ് ഫാം. ടോൾസ്റ്റോയ് ഫാമിലെ യങ് ആയിട്ടുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗാന്ധിജി എന്തു ചെയ്തു, ഗാന്ധിജി അണ്ടർടുക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആ ഗാന്ധിജി എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എടുത്തു എന്നുള്ള മീനിങ് നമ്മളിവിടെ പറഞ്ഞല്ലോ, എന്തായിരുന്നു, ടുക്കപ്പ്. ഇനി ഹി കുഡ് നോട്ട് ടോളറേറ്റ് ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സൗത്ത് ആഫ്രിക്ക. ആഫ്രിക്കയിലുള്ള ആ ഒരു എഡ്യൂക്കേഷൻ, അവിടെ നിലനിന്നിരുന്ന എഡ്യൂക്കേഷൻ എന്താണ്, ടോളറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അത് സഹിക്കാൻ ഗാന്ധിജിക്ക് പറ്റിയില്ല. സഹിക്കുക എന്നുള്ളതിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞു പുട്ടപ്പ് വിത്ത്. ഇനി ഹി ഡിസൈഡഡ്, അവൻ എന്താണ്, തീരുമാനിക്കുകയാണ്. ഹി ഡിസൈഡഡ് ടു എക്സ്പെരിമെൻറ്റ് എ ന്യൂ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. അത് എന്താ പറയുക, ആ ഒരു സിസ്റ്റം, പുതിയൊരു എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടി മനസ്സിൽ ഉറപ്പിച്ചു, തീരുമാനിക്കുക. അതിൻ്റെ മീനിങ് ആണ് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് എന്നുള്ളത്. ഡിസൈഡഡ് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ആയിട്ട് മാറി. ദ കൺസെപ്റ്റ് വാസ് നോട്ട് വിതൗട്ട് ഫ്ലോസ് ബട്ട് ഗാന്ധിജി ഡിസൈഡഡ് നോട്ട് ടു അബണ്ടൻ ഹിസ് ഐഡിയ. അബണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോസും കാര്യങ്ങളൊക്കെ ആളുടെ ഒരു കൺസെപ്റ്റിന് ഉണ്ടായിരിക്കും, പക്ഷേ ആളെന്താണ്, തോറ്റു കൊടുക്കാൻ, ഉപേക്ഷിക്കാൻ തയ്യാറില്ലായിരുന്നു. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഗിവ് അപ്പ്.
ക്ലിയർ ആയല്ലോ? ഇതുപോലെ കുറേ ഫ്രേസൽ വേർഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. നമ്മളൊരു വീഡിയോ ഫ്രേസൽ വേർബിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ആക്ടിവിറ്റി സെക്ഷനിൽ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ ആക്ടിവിറ്റി സെക്ഷൻ കാണും. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരുപാട് ഫ്രേസൽ വേർഡിൻ്റെ മീനിങ്സ് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 34, കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് ചൂസിങ് സ്യൂട്ടബിൾ വേർഡ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റിൽ വേർഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിക്സിറ്റ് ഈസ് സീറ്റഡ് ഓൺ എ ചെയറിൻ്റെ മുകളിലിരുന്നു ഡാഷ് വൺ സൈഡ് ഓഫ് ദ സ്റ്റേജിൻ്റെ ഒരു ഭാഗത്തായിട്ട്. സ്റ്റേജിൻ്റെ എവിടെയോ പറയുക അവിടെ ഓൺ വൺ സൈഡ് ഓഫ് ദ സ്റ്റേജ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി എ പ്രൊസഷൻ ഡാഷ് ദ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട് എൻറ്റേഴ്സ്. എ പ്രൊസഷൻ ഓഫ് ചിൽഡ്രൻ എന്ന് പറയാം. എ പ്രൊസഷൻ ഫ്രം ചിൽഡ്രൻ എന്ന് പറയില്ലേ? പ്രൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഘോഷയാത്ര എന്നൊക്കെ പറയുന്നത്. കുട്ടികൾ ഇങ്ങനെ മാർച്ച് ചെയ്ത് വരില്ലേ? അപ്പോൾ എ പ്രൊസഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് അഡൾട്ട് എൻറ്റേഴ്സ് ഡാഷ് ദ ഓപ്പോസിറ്റ് സൈഡിൻ്റെ എൻറ്റേഴ്സ് ആണ്, കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് അത് കിടക്കുന്നത്? ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്. അപ്പോൾ ഫ്രം ദ ഓപ്പോസിറ്റ് സൈഡ് ദ ചിൽഡ്രൻ ഡാഷ് ദ ഫ്രണ്ട് റോ പ്രസൻറ്റ് എ പെറ്റീഷൻ ഡാഷ് ഡിക്സിറ്റ്. ചിൽഡ്രൻ എന്ത് ചെയ്തു? ദ ചിൽഡ്രൻ ഇൻ ദ ഫ്രണ്ട്, എവിടെയാണ്? ഫ്രണ്ടിൽ നിൽക്കുന്ന. അപ്പോൾ ഇൻ ദ ഫ്രണ്ട് റോ പ്രസൻറ്റ് പെറ്റീഷൻ ആർക്കാണ്? ടു ഡിക്സിറ്റ്. ക്ലിയർ ആയല്ലോ? ടെക്സ്റ്റ് വായിച്ചെങ്കിൽ കുറച്ചും കൂടി വേഗത്തിൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്കറിയാം ഫ്രം, ഓഫ്, ഓണൊക്കെ എവിടെയാണ് വെക്കുക എന്നുള്ളത് അറിയാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി വായിക്കാൻ നിങ്ങൾക്ക് കിട്ടും. ടെക്സ്റ്റ് നന്നായി വായിക്കാൻ ഇതാണ് പറയുന്നത് കേട്ടോ. ചില സ്ഥലത്ത് ചിലപ്പോൾ ഇന്ന് വെക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഓൺ തെറ്റി വയ്ക്കും. നമുക്ക് അറിയണം കറക്റ്റായിട്ട്. ചില സമയത്ത് വായിച്ചാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ ഒരു ചാപ്റ്റർ വായിച്ചാൽ പരിചയം വേണം കേട്ടോ. ഇത് ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ നാരായൺ സർ ആൻഡ് വൺ ഓഫ് ദ സ്റ്റുഡൻസ് സ്യൂട്ടബിളി. സ്റ്റുഡൻറ്റ് പറയാണ് വേർ ആർ ദി ബിൽഡിംഗ് ദ ഹോട്ട്. അപ്പോൾ എവിടെയാണ് ആ ഒരു ഹോട്ടൽ പണിയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നാരായൺ പറയാണ് ദേ ആർ ബിൽഡിംഗ് ദ ഹോട്ടൽ ഓൺ ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൈൻ്റെ മുകളിലാണ്. ഇതിൽ എഴുതിയ പോലെ തന്നെ നിങ്ങൾ എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയ വെച്ച് എങ്ങനെ വേണമെങ്കിലും കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്ത സ്ഥലത്ത് എന്ത് വേണം? വാട്ട്, വേർ, വെൻ, അല്ലെങ്കിൽ ഈസിൻറ്റ് ഇറ്റ്, ആറിൻറ്റ് യു, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ടാഗുകളോ ക്വസ്റ്റ്യനായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. വേണമല്ലോ? വേണം. അത് ചോദ്യം ചോദിക്കുക, ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. നാരായൺ പറയാണ് ദേ ആർ ബിൽഡിംഗ് ദ ഹോട്ടൽ ഓൺ ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൈൻ്റെ മുകളിലായിട്ട്. സ്റ്റുഡൻറ്റ് പറയാണ് ദാറ്റ്സ് നോട്ട് ഫെയർ, ദ മൗണ്ടൈൻ ഈസ് സാക്രഡ് ടു അസ്. അപ്പോൾ ഈസിൻറ്റ് ഇറ്റ് എങ്ങനെയാണ് വന്നാൽ അവിടെ ക്വസ്റ്റ്യൻ ടാഗ് വന്നിരിക്കുന്നത്? നമുക്കൊരു വലിയ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളതില്ല. അപ്പോൾ നമ്മൾ ഈസിൻറ്റ് ഇറ്റ്. ഈസിൻ്റെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഈസ് അതിലുണ്ട്, ഈസിൻറ്റ്, ഈസ് നോട്ട്, അങ്ങനെയാണ്. ഈസിൻ്റെ, ആറിൻ്റെ, അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക ക്വസ്റ്റ്യൻ ടാഗിന്. അപ്പോൾ ഈസിൻറ്റ് ഇറ്റ്. മൗണ്ടൈൻ എന്ന് പറയുന്ന ഒരു വസ്തുവാണല്ലോ, അപ്പോൾ ഇറ്റ് വന്നു. അപ്പോൾ അത് നടക്കില്ല, കാരണം മൗണ്ടൈനിന് അതൊന്നും താങ്ങാനാവില്ല എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു നാരായൺ. ഓഫ് കോഴ്സ്. അപ്പോൾ ഇനി അടുത്തത് എന്താ? ആൾ പറയുന്നുണ്ട് ക്യാൻ വി പുട്ട് അപ്പ് എ പോസ്റ്റർ ടു സ്റ്റോപ്പ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹോട്ടൽ. അപ്പോൾ നാരായൺ സാർ തന്നെ പറയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം, ഈ ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്റ്റുഡൻറ്റ് പറയണം യെസ് വി ക്യാൻ പുട്ട് അപ്പ് എ പ്രൊട്ടസ്റ്റ് ടു സ്റ്റോപ്പ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹോട്ടലിൻ്റെ ഈ കൺസ്ട്രക്ഷൻ നിർത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു മാർച്ച് അങ്ങോട്ട് നടത്താമെന്നൊരു സ്റ്റുഡൻറ്റ് പറയാം. അപ്പോൾ നാരായൺ പറയേണ്ടത് ഇഫ് വി പുട്ട് അപ്പ് എ പ്രൊട്ടസ്റ്റ് വിൽ സ്റ്റോപ്പ് ദ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇഫ് വി പുട്ട് അപ്പ് എ പ്രൊട്ടസ്റ്റ്, നമ്മൾ പ്രൊട്ടസ്റ്റ് അവിടെ നടത്തുകയാണെങ്കിൽ പിന്നെ എന്ത് ചോദിക്കുക? കൺസ്ട്രക്ഷൻ ഇവിടെ നിർത്തിവെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. എങ്ങനെയാണ് നമുക്ക് ഓരോ ലൈൻ ഇതാകും എന്ന് അറിയണത്? നിങ്ങൾ അടുത്ത ലൈൻ, ഒരു ലൈൻ അവിടെ ബ്ലാങ്ക് ആയിട്ട് തന്നാൽ അതിൻ്റെ നെക്സ്റ്റ് ലൈൻ എന്താണെന്ന് നോക്കുക, അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഷുവർ ദേ വിൽ സ്റ്റോപ്പ് ദ കൺസ്ട്രക്ഷൻ, അവരെന്തായാലും ആ കൺസ്ട്രക്ഷൻ നിർത്തുമെന്നാണ് സ്റ്റുഡൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? അവർ നിർത്തുമോ എന്നുള്ള ചോദ്യമായിരിക്കും. ഇഫ് യു പുട്ട് അപ്പ് എ പ്രൊട്ടസ്റ്റ് ദേ വിൽ സ്റ്റോപ്പ് ദ കൺസ്ട്രക്ഷൻ, അവർ കൺസ്ട്രക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുമോ എന്നുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ കുട്ടികൾ പറഞ്ഞാൽ എന്തായാലും നിർത്തും. അടുത്തത് വി ഹാഡ് ബെറ്റർ ഡാഷ്. അപ്പോൾ അത് നമുക്ക് ആൻസർ എഴുതുന്നതിന് മുമ്പ് അടുത്ത ലൈൻ നിങ്ങൾ വായിക്കണം. ഓക്കെ സർ വി വിൽ ഡെഫിനറ്റ്ലി സബ്മിറ്റ് എ പെറ്റീഷൻ ടു മിസ്റ്റർ ഡിക്സിറ്റ് ടുമാറോ. ശരി സർ, നാളെ തന്നെ നമ്മൾ എന്തായാലും ഒരു പെറ്റീഷൻ ഡിക്സിറ്റിന് സമർപ്പിക്കും. അപ്പോൾ മുകളിൽ നമ്മൾ എന്തെഴുതണം? വി ഹാഡ് ബെറ്റർ സബ്മിറ്റ് എ പെറ്റീഷൻ ടു മിസ്റ്റർ ഡിക്സിറ്റിൻ്റെ ഒരു പെറ്റീഷൻ നമുക്ക് വെക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഉത്തരം വരുന്നത്. ഓക്കെ സർ വി വിൽ ഡെഫിനറ്റ്ലി സബ്മിറ്റ് എ പെറ്റീഷൻ ടു മിസ്റ്റർ ഡിക്സിറ്റ് ടുമോറോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കോൺവെർസേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വേണ്ടത്? ആദ്യം വായിക്കുക. ഇനി വായിച്ചു കഴിഞ്ഞ് ബ്ലാങ്ക് എവിടെയാണോ വരുന്നത് അതിൽ വേഗം കയറി ഈ വായിച്ചതിൻ്റെ മുകളിലുള്ള ലൈനിൻ്റെ ആൻസർ അല്ല എഴുതുക, നെക്സ്റ്റ് ലൈൻ വായിച്ചിട്ട് വേണം എഴുതാനായിട്ട് കേട്ടോ.
ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്കഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഒരു സെക്ഷനും കൂടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മോഡലും കൂടി അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കറിയാം 8th സ്റ്റാൻഡേർഡ് വരെ നമ്മൾ ആൻസേഴ്സ് എഴുതിയ പോലെയല്ല 9th സ്റ്റാൻഡേർഡിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷ് എഴുതണം. എന്തെങ്കിലും കുറച്ച് ആൻസേഴ്സ് എഴുതിയാൽ പോരാ. ഓക്കെ, ടെക്സ്റ്റ് നല്ല രീതിയിൽ നിങ്ങളൊന്ന് വായിക്കുക കേട്ടോ. നമ്മൾ എല്ലാ ചാപ്റ്ററിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും ഷോർട്ടായിട്ടുള്ള ടൈമിൻ്റെ ഉള്ള ഒരു ചാപ്റ്റർ മൊത്തം വിത്ത് ആക്ടിവിറ്റീസൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാറ്. അതൊക്കെ നിങ്ങൾ നോക്കുക. അതിൽ തന്നെ മീനിങ്സും പറഞ്ഞു പോകുന്നുണ്ട്. ജസ്റ്റ് കേൾക്കുക കഥ എന്താണെന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ കംപ്ലീറ്റ് ചെയ്യാണ്. ബാക്കി എല്ലാ സബ്ജക്റ്റും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക്